God's name be glorified. കടന്നുവന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും നാമത്തിൽ വന്ദനം ചെയ്യുന്നു. And I greet all of you in the name of our Lord and Savior Jesus Christ. ഇന്നലെ രാത്രിയിൽ ആത്മീക വളർച്ചയിൽ നമുക്കുള്ള വ്യക്തിപരമായ പങ്കിനെ കുറിച്ച് ഓർമ്മിക്കുകയുണ്ടായി. Last night we thought about our role in spiritual growth. ഇന്ന് രാത്രി അതിന്റെ രണ്ടാമത്തെ വശം ഓർമ്മിക്കാമെന്ന് വിചാരിക്കാം. Today I am thinking about reminding you of another aspect of that. ആത്മീയ വളർച്ചയിൽ കുടുംബത്തിന്റെ പങ്ക്. The role of family in our spiritual growth. കുടുംബം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണ്? What is the biggest thing that has to be achieved through a family? നമ്മുടെ കുടുംബജീവിതങ്ങൾ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കഴിയണം, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. In our family life, we should be able to say that for me and my family, we serve Jehovah, the Lord. ഈ കുടുംബ ജീവിതത്തെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നമ്മുടെ ഇടയിൽ നടത്തപ്പെടാറില്ല. About the family life, we don't have many studies among us. എന്നാൽ ക്രിസ്തീയ വിഭാഗങ്ങളിൽ മറ്റ് വിഭാഗങ്ങളൊക്കെ ഈ കാര്യത്തിന് നമ്മേക്കാൾ വളരെ പ്രാധാന്യം ഈ നാളുകളിൽ നൽകുന്നുണ്ട്. But among Christians, there are other denominations who give more importance to family life than we do. ഉദാഹരണമായിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തി അതിന് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളൊന്നും വിവാഹം നടത്തി കൊടുക്കുകയില്ല. And in many denominations, before young people get married, they go through premarital counseling. എന്നാൽ നമുക്ക് ഇപ്പോഴും പഴയ ഒരു ചിന്താഗതിയ എലിക്കുഞ്ഞിനെ നെല്ല് പൊളിക്കാൻ പഠിപ്പിക്കേണ്ടതുള്ളതാണ്. We still have the old thought that we don't need to teach a mouse to peel the rice. എലിക്ക് കുഞ്ഞുണ്ടായാൽ അതിന് ട്യൂഷൻ കൊടുക്കണ്ട, അത് തന്നെ അതിന്റെ തൊലിയൊക്കെ പൊളിച്ചൊക്കെ തിന്നോളും, പിള്ളേരൊക്കെ ശരിയായിക്കോളും എന്നൊരു ധാരണ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതേക്കുറിച്ച് പറയാറുമില്ല, അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടത്താറില്ല, അതിനുവേണ്ടി സഭയിൽ പഠിപ്പിക്കാറില്ല. So we think that a baby animal does not need to be taught anything, it will learn everything automatically. And we think our young people will also learn everything automatically about family life. അതുകൊണ്ട് വരുന്ന കുഴപ്പങ്ങൾ എന്താണ്? What are the outcome of that? വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് വലിയ പ്രതിസന്ധിയായിട്ട് മാറി കുടുംബജീവിതങ്ങൾ തകരുന്നത് പലയിടങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. So the result is sometimes even small problems become very big in family life and families are destroyed. അതിന് പിന്നിൽ പിശാചിന്റെ ശക്തിയായ പ്രവർത്തനം ഉണ്ടെന്നുള്ളത് കൂടെ നാം ഓർത്തിരിക്കണം. And we also should know that Satan is actively working behind families to destroy. ഞാൻ ഈ വക കാര്യങ്ങളെ കുറിച്ച് കുറെ നാളുകളായിട്ട് ചിന്തിക്കുകയും ദൈവവചനത്തിൽ നിന്നും അല്ലാതെയുള്ള പഠനങ്ങൾ നടത്തുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. Recently I have been thinking a lot about these things and studying from the Word of God. വിവാഹത്തിന്റെ ആലോചന എങ്ങനെയായിരിക്കണം? How should we get into thinking about marriage? അതിൽ ദൈവഹിതം എങ്ങനെ കണ്ടെത്താം? And how should we find the will of God in it? ഒരിക്കൽ വിവാഹിതരായാൽ ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം? And once they get married, husband and wife, how should they live? വർക്കിംഗ് കപ്പിൾസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? What are the things working couples should consider? മക്കളെ എങ്ങനെ വളർത്തണം? How should they bring up children? മാതാപിതാക്കന്മാരോട് എങ്ങനെ പെരുമാറണം? And how should we treat our parents? ഇതേക്കുറിച്ചെല്ലാം ഈ ദൈവവചനത്തിനകത്ത് പരാമർശമുണ്ട്. And all these things are taught in the Word of God. അത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മാത്രം മതി. And we just need to read it, understand it and teach others. നല്ലൊരു പങ്ക് പരാജയങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. A lot of failures happen these days because we don't know these things. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശരിയായി നമ്മുടെ സഭകളിലൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യണം. So I think that these things should be taught in our assemblies plainly and people should understand it. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ 100% വിജയം ഉണ്ടായ ആളായിട്ടാണ് ഞാൻ പറയുന്നത്. When I say about these things, I'm not saying because I'm 100% perfect in these things. പരാജയങ്ങൾ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട്. In even my life, there have been failures. പക്ഷെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു പരിശ്രമവും അങ്ങനെ ദിവസം തോറും അതിജീവിച്ച് കഴിയുന്നിടത്തോളം മെച്ചമായ നിലയിൽ ജീവിക്കാനുള്ള ശ്രമമുണ്ട്. But I always try to overcome those failures and try to make my life better. അതുകൊണ്ട് നമുക്കെല്ലാം ഈ മേഖലയിൽ പരാജയം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഒന്നാമത് ഓർത്തിരിക്കുക. So we all need to know that there is a possibility of failure for all of us. കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കറിയാം അതിന്റെ പ്രതിസന്ധികൾ.
those who are leading a family life, they know the difficulties of it. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് തിരുവല്ലയിൽ ഒരു വിവാഹ ശുശ്രൂഷയിൽ പ്രസംഗിക്കുകയാണ്. A few days ago, I was in Tiruvalla and I was preaching in a wedding ceremony. അപ്പൊ വേറെ ഭാഗത്തിലുള്ള വളരെ പ്രായം ചെന്ന ഒരു ദേവദാസനും അന്ന് പ്രസംഗിക്കാറുണ്ട്. And there was another older servant of God who was to preach there, who was from another denomination. അപ്പൊ ഞാൻ ആദ്യം പ്രസംഗിച്ചു. I preached first. അദ്ദേഹം പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് രണ്ടാമത് പ്രസംഗിച്ചു. And since he was a senior person, he preached after me. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായി. And once he started preaching, I felt uncomfortable. നിങ്ങൾ ചില ആ പ്രസംഗങ്ങൾ അങ്ങനെ കേട്ട് കാണുമെന്ന് എനിക്കറിയാം. I think that you must have heard such messages. അദ്ദേഹം പറഞ്ഞത് ഞാൻ 50 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞു. He said this, that I got married 50 years ago. ഈ 50 കൊല്ലത്തിനിടയ്ക്ക് ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പിണക്കവും വഴക്കുണ്ടായിരുന്നു. He said that within this 50 years, I never had a difference of opinion or fight with my wife. ഞാൻ ഇങ്ങനെ വളരെ നോക്കിയിരുന്നു. When I heard that, I just looked at him carefully. കാരണം എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. Because I thought this is something which I couldn't do in my life. അതിന്റെ പിറ്റേ ആഴ്ചയിൽ അവിടെ ഞാൻ കല്യാണം നടത്തേണ്ടതായിരുന്നു. And next week I went to his place where I had to conduct a marriage. അപ്പം ഓഡിയൻസ് ഒക്കെ ഏകദേശം അത് തന്നെയാണ്. So the audience were almost the same. അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു പ്രസംഗം കേട്ടു. So I just mentioned this, that last week I heard a message. 50 വർഷത്തിനിടയിൽ ഭാര്യയുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും പിണക്കവും വഴക്കവും ഉണ്ടാകാത്ത ഒരാളെ അധികം കാണും. So I said this, that I met a person that day who said that in 50 years of marriage he never had a fight or a difference of opinion with his wife. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ദിവസങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ 2 കാരണങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. ഏതെങ്കിലും So I said that I have been thinking about that, and I think there should be 2 reasons behind it. ഒന്നുകിൽ അദ്ദേഹം ഒരു മനുഷ്യനാകാൻ പാടില്ല, വേറെ എന്തോ ജീവിക്കാനില്ല. I thought first thing, probably he's not a human being, he must be a super human being or something. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പെങ്കോമനായിരിക്കും. Or he's a henpecked husband. ഭാര്യ പറഞ്ഞതെല്ലാം സ്തോത്രം ആമേൻ അങ്ങനെ ഇവിടെ തന്നെ വഴക്കില്ലല്ലോ. He must be a person who would say whatever wife says, he would agree to it, and there is no fight. അപ്പൊ ഭാര്യ പറഞ്ഞത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലേ വഴക്കുണ്ടാവുള്ളൂ. When wife says something and you say against it, then only there is a fight. അതുകൊണ്ട് കുടുംബജീവിതമാണോ പ്രയാസം ഉണ്ടാവും. Yeah, if there is a family life, there would be disagreements. അപ്പൊ ആരംഭത്തിൽ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിച്ചിട്ട് നാളെ വരെ ഒരു പ്രയാസവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ദയവായിട്ട് So I would like to tell you, if after your marriage you never had a problem in your family life, you can leave now. കാരണം ഈ സന്ദേശം നിങ്ങൾക്ക് ചോദിച്ചതല്ല. Because this message is not for you. പക്ഷെ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. I know nobody is here like that. അതുകൊണ്ട് കുടുംബജീവിതത്തെ കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോരായ്മകൾ പരിഹരിച്ചു പോകാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകും. So we will try to understand from the Word of God when there are failures, how we overcome them. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യ സൃഷ്ടിയോടും കുടുംബത്തോടും കൂടിയാണ്. The Bible begins itself with the story of a family. അതുകൊണ്ട് കുടുംബജീവിതത്തിലുള്ള മാനുവൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ ആക്കിയത്. So God has given some direction about family life, and then He set human beings in the world. പിന്നീട് അതിന്റെ വിശദീകരണങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. And after that we read the description in many other places. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എങ്ങനെ നമുക്ക് ആത്മീയമായി വളരാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി 2:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളായിരിക്കും. So we will read from Genesis chapter 2 verse 18 to 24 where 25 where some instructions about family life has been given. ആരെങ്കിലും ഒന്ന് ശബ്ദത്തിൽ വായിക്കാം. എല്ലാം ഇവിടെ കൊണ്ട് കാണാമെങ്കിൽ വായിക്കുന്ന നല്ലതായിരിക്കും. Okay, I'll read it. The Lord God said, "It is not good for the man to be alone. I will make a helper suitable for him." Now the Lord God had formed out of the ground all the beasts of the field and all the birds of the air. He brought them to the man to see what he would name them. And whatever the man called each living creature, that was its name. So the man gave names to all the livestock, the birds of the air, and all the beasts of the field.
but for Adam no suitable helper was found. So the Lord God caused the man to fall into a deep sleep, and while he was sleeping, he took one of the man's ribs and closed up the place with flesh. Then the Lord God made a woman from the rib he had taken out of the man, and he brought her to the man. The man said, "This is now bone of my bone and flesh of my flesh. She shall be called woman, for she was taken out of man. For this reason a man will leave his father and mother and be united to his wife, and they will become one flesh. The man and his wife were both naked, and they felt no shame." ഇതാണ് കുടുംബ ജീവിതത്തെ കുറിച്ച് ദൈവവചനത്തിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പരാമർശം. This is the first mention about family life in the Word of God. ഈ ആദ്യ പരാമർശനത്തിൽ തന്നെ ഒരു വിജയകരമായ കുടുംബജീവിതത്തിന്റെ എല്ലാ രൂപരേഖയും ദൈവം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. Even in this first mention, God has given all the instruction for a successful family life. അപ്പോൾ ഈ വിഷയത്തിന്റെ പഠനം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം. We can understand that the study of this topic, how important that is. അപ്പൊ ഇങ്ങനെയുള്ള ഒരു യോഗത്തിൽ വെച്ച് കുടുംബത്തെ കുറിച്ച് കേൾക്കണോ പറയണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഈ വിഷയം എത്ര പ്രധാനപ്പെട്ടതാണോ? You might say, is it really important to talk about family life now? വളരെ പ്രധാനപ്പെട്ടതാണ്. I think it's very important. എന്തുകൊണ്ട്? Why? മരണശേഷം സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നുള്ളത് നമ്മുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Whether we will go to heaven or hell after our death, that depends on our decision now. മരണത്തിന് മുമ്പ് സ്വർഗത്തിൽ ജീവിക്കണോ നരകത്തിൽ ജീവിക്കണോ തീരുമാനിക്കുന്നത് ഇവിടെ തന്നെയാണ്. And we can also decide whether we should live in heaven or live in hell in this life before our death. അപ്പൊ മരണശേഷം സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. After death, if you want to go to heaven, you need to believe in Lord Jesus. മരണത്തിന് മുമ്പ് സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിനെ അനുസരിക്കണം. And before death, if you want to have a heaven-like family life, you need to follow Lord Jesus. അതില്ലാതെ വരുന്നതുകൊണ്ട് ചിലരൊക്കെ വിശ്വാസികളാണെങ്കിൽ പോലും പറയാറുണ്ട്, if there is a hell on earth, it is my family. Since many of them don't follow the instructions of Lord Jesus, even believers sometimes say that my family life is a hell on the earth. അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. There is no need of living like അങ്ങനെ that. വഴക്കടിച്ചും പിരിഞ്ഞും വിവാഹമോചനം നടത്തി ഒന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. There is no need of fighting and divorce and all those things. ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. ദൈവകൃപയും ദൈവം നൽകിക്കൊള്ളും. You just need to follow this instruction and God will give the grace. അതുകൊണ്ട് വിവാഹം എന്താണെന്ന് ആദ്യം ഒരു വാക്കിനെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. So first I want to tell you what marriage is. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? What is marriage? ആ മലയാളം വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. In Malayalam, the word marriage is very important. അതിന്റെ ഗ്രീക്ക് ഭാഷയിലും ഒക്കെ എഴുതിയിരിക്കുന്ന വാക്ക് എല്ലാ ഭാഷയിലും പ്രധാനപ്പെട്ടതാണ്. Yeah, even in Greek and in all the languages, the word is very meaningful. വിവാഹം എന്നുള്ള വാക്കിനെ രണ്ടായിട്ട് നമുക്ക് പിരിക്കാം. In Malayalam, when we say vivaham, we can split the word in two. വാഹം. You split as we and waham. വാഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. The meaning of waham is വഹിക്കുക. To carry. വി എന്ന് പറഞ്ഞാൽ എന്താണ്? And what is the meaning of we? വി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഭാരമാണ്. In Sanskrit, we means burden. ഗ്രീക്ക് ഭാഷയിൽ വിവാഹത്തിന് ഗാമോസ് എന്നാണ് പറയുന്നത്. In Greek, the word for marriage is gamos. ഗ ആമോസ്. Ga and amos. ഇതേ ആശയമാണ് ഭാരം വഹിക്കുന്നത്. The meaning is carry the burden. അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? And what is the meaning of marriage? വിവാഹം ഭാരം വഹിക്കുന്നതാണ്. You are carrying the burden. കല്യാണത്തിന് മുമ്പ് പലരും വിചാരിക്കുന്നത് ഇതൊരു സുഖകരമായ ജീവിത ഭാരമൊന്നും ഇല്ലെന്ന് കണ്ടാണ് അങ്ങോട്ട് കല്യാണത്തോട് പ്രവേശിക്കുന്നത്. Many people before marriage think that marriage is going to be beautiful, there is no burden in it. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എലിപ്പെട്ടിക്കകത്ത് എലി കയറി പോലെയാണ്. After marriage, you feel like you are in a cage. A cage of a rat. എന്തുകൊണ്ട് ഈ പെട്ടിക്കകത്ത് ഈ തീറ്റി വെച്ചിരിക്കുമ്പോൾ എലിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ പെട്ടിക്കകത്ത് കയറണം. 4 വശത്ത് ഓടി നടക്കുക, പെട്ടിക്കകത്ത് കയറണം. When in the rat cage, when there is some food, the rat wants to get into the cage to eat the food. പെട്ടിക്കകത്ത് കയറിയാൽ ഒരേ ആഗ്രഹവും. Once you are inside the cage, you have only one desire. എന്താ ആഗ്രഹം? എങ്ങനെ ഇതിൽ നിന്ന് പുറത്തിയാടി കിട്ടുന്നതാണ്. Then the desire is, how can I get out of this cage? വിശ്വാസികളുടെ അങ്ങനെ ഇതിനകത്ത് ചാടാൻ എന്തെങ്കിലും മാർഗമുണ്ട്. അതിന് 54 ദിവസത്തിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? And many of the
Bible to see if there is any excuse using which I can get out of this marriage. അതൊരു പെട്ടിക്കകത്ത് കയറുന്ന സൂക്ഷിച്ച് വേണം കയറിയാൽ പിന്നെ ഇറങ്ങി പോകാൻ പറ്റില്ല. So once you get into that cage, be careful because you cannot get out of it. ഇത് ഭാരം വഹിക്കലാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നതാണ്. So married life is carrying the burden. അപ്പോൾ ഈ കുടുംബജീവിതം ഇത്ര ഭാരമുള്ളതാണെങ്കിൽ ഇത് വഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? If the married life is bearing burden like this, can we bear the burden? അങ്ങനെയെങ്കിൽ ദൈവം ഈ ഭാരം എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? Then why has God given this burden to us? ദൈവം പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെ ഭാരം വഹിക്കാൻ പറ്റിയെന്നിരിക്കണേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാരം എന്റെ മേൽ ചുമത്തിച്ച് സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൊള്ളുക. So God would say, I know that you cannot carry all this burden, so you put the burden on me and you be free. അങ്ങനെ വചനം പറയുന്നത്. That is what the word says. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ഭാരവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. The word says that cast all of your burden on him because he cares for you. ഇത് പലപ്പോഴും കർത്താവിന്റെ മേൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെയും കുടുംബ ജീവിതങ്ങളുടെയും ഭാരം ഇടുന്നതിന് പകരം നമ്മൾ തന്നെത്താൻ അങ്ങ് വഹിക്കാൻ ശ്രമിക്കുക. Many times all the burden, instead of casting it on the Lord, we carry them. എനിക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് What a Friend We Have in Jesus എന്നുള്ളതാണ്. In English, my most favorite song is What a Friend We Have in Jesus. എന്തൊരു ആശയമാണ്. Oh, what a meaningful song that What is. a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything. കുറച്ച് കാര്യമല്ല, സകലവും അവന്റെ മേൽ ധാരണം. We can carry everything and cast everything on our Lord. ഭാരം വഹിക്കാൻ കർത്താവ് സന്നദ്ധനായിരിക്കുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ കൂടെ ഭാരം വഹിക്കാൻ ഒരുങ്ങുകയാണ്. When Lord Jesus is ready to bear all of our burden, why should we unnecessarily carry it? അങ്ങനെ കുടുംബജീവിതം ഭാരമുള്ളതാണ്, പക്ഷേ സന്തുഷ്ടമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ള പാഠങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. So we know that family life is carrying burden, but even through that we can be happy. എങ്ങനെ ഈ ഭാരം വഹിക്കാൻ കഴിയും? How can we carry this burden? ഒരു 6-7 പാഠങ്ങൾ ഇവിടെ നിന്ന് ഓർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കാം. I just want to remind you 6 or 7 lessons. ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട പാഠങ്ങൾ. These are husband and wife should take notice of this. ഇനി കല്യാണം കഴിക്കാത്ത ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. കല്യാണം കഴിച്ചവർ പഠിക്കാൻ പറ്റിയില്ലെന്ന്. Those who are planning to get married, they also should pay attention. ഒന്നാമതായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം അംഗീകരിക്കണം. Accept each other. The first thing is husband and wife should accept each other. ഇവിടെ 18ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി. We read here, God said that it is not good for the man to be alone. I will make a suitable helper for him. ഏകനായിരിക്കുന്നത് നന്നല്ല. It is not good for man to be alone. പിന്നെ ഏതാണ് നല്ലത്? Then what is good? ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല. It's not good to sit alone. പിന്നെ ഏതാണ് നല്ലത്? Then what is good? ഒരു പങ്കാളിയോടാ. It is good to have a partner. അപ്പോൾ പങ്കാളി ആര് തരണം? Who should give this partner to you? ദൈവം തരണം. God should give it to you. ദൈവം എങ്ങനെ തരും? And how would God give it to you? നമുക്ക് വിശദീകരിക്കാൻ നേരം പോലെ 24-ാം അധ്യായം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. You could read Genesis chapter 24 and you will see how God will give the partner. അവിടെ 67 വാക്യങ്ങൾ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. There we see 67 verses in that chapter. സൃഷ്ടിയുടെ അത്ഭുതങ്ങളെ കുറിച്ച് പറയാൻ ആകെ 31 വാക്യങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. 31. To talk about the beauty of the creation, only 31 verses have been used. പക്ഷേ കുടുംബത്തെ കുറിച്ച്, കല്യാണത്തിന്റെ ആലോചന, കല്യാണത്തിന്റെ നടത്തിപ്പ്, ഈ വക കാര്യങ്ങളെ കുറിച്ച് പറയാൻ 67 വാക്യങ്ങൾ. But about marriage and the proposal of marriage and the conducting of marriage, there are 67 verses talking about. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിൽ നമുക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് ഏതാണ്? So when we compare both topics, which one should we give more importance to? കുടുംബത്തിന്. Family. എന്നുള്ള സൃഷ്ടിയെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. So even if you don't know much about creation, it's okay. ഫിസിക്സ് കെമിസ്ട്രി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. If you don't know about physics and chemistry, that's okay. പക്ഷെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ സർവത്ര കുഴപ്പമാണ്. But if you don't know about family, it's a big disaster. അതുകൊണ്ട് ശരിയായി ആലോചിച്ച് ദൈവഹിതം കണ്ടെത്തി മാത്രം വിവാഹം കഴിക്കണം. So you should carefully think about it, find God's will, and then get married. അങ്ങനെ വിവാഹം കഴിച്ചാൽ, and if you get married like that, ജീവിത പങ്കാളിയെ ദൈവം തന്നതാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരിക്കണം. then you should be believing that the partner has been given to you by God. ദൈവം പറയാണ്, അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് നല്ലത് കൊടുക്കാൻ പോയാണ്. So God said, it is not good for Adam to be alone, so I'm going to give him something
good. അങ്ങനെയെങ്കിൽ ഈ ഹവ്വായെ ദൈവം നൽകി കഴിഞ്ഞപ്പോൾ ഹവ്വായെ നോക്കിയിട്ട് ദൈവം എന്ത് പറയണം? ആദം എന്ന് പറയണം. ആദം. So when God gave Eve to Adam, what should Adam say? എന്ത് പറയണം? What should Adam say looking at Eve? എന്ന് പറയാനില്ലേ? Nothing to say? തക്ക തുണയെ കിട്ടിയെന്ന് പറയണം. Yeah, he should say that I got a suitable companion. ഇത്ര നാൾ ഒരിക്കൽ നല്ലത് കിട്ടാതിരിക്കായിരുന്നു. Oh, I didn't have anything good in my life so far. ഇപ്പോഴാണ് ദൈവം നല്ലത് തന്നത്. Now God has given me something good. എല്ലാം കടത്തി വിടാനൊന്നും നല്ലതില്ലായിരുന്നു. Yeah. അപ്പൊ ഈ ഒറ്റയാൾ മാത്രമേ നല്ലതുള്ളൂ. Yeah. Adam saw all the animals. There was none good for him among them. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നിടത്ത് 1000 പിള്ളേർ കാണും, 1000 ചെറുപ്പക്കാർ കാണും, ഒരാളെ കുറിച്ച് മാത്രമേ നല്ലതെന്ന് പറയാമെന്നാണ് എന്റെ അർത്ഥം. So the meaning is around you there may be thousands of girls, but there is only one good for you. ബോയ്സ് എന്ന് കൂടെ പറഞ്ഞില്ല. 1,000 boys, ഒരാൾ മാത്രമേ നല്ലതുള്ളൂ. but among them only one is good for you. ഇത് ആദം എപ്പോഴൊക്കെ പറയേണ്ടതാണ്? And when should Adam say this? സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. When he said that right after the creation of Eve. കല്യാണം കഴിയുമ്പോൾ മിക്കവാറും എല്ലാവരും പറയും കേട്ടോ. Right after marriage, most people would say, my husband is good. ഇവിടെ ആദം ഒരു പാട്ട് പാടിയതായിട്ട് വായിക്കുന്നുണ്ട്. എന്റെ അസ്ഥിയിൽ അസ്ഥി മാംസത്തിൽ മാംസത്തിൽ കവിതയാണ്. And then we see that Adam is saying a poem that she is bone of my bone, flesh of my flesh. പല ആമ്പിളും കല്യാണം കഴിച്ച ഉടനെ ഒരു പാട്ട് പാടുന്നത് പാട്ടുമില്ല കുത്തുമില്ല. Some people will sing a song right after marriage, but after that nothing, no song, nothing. ആദമിനെ പാപത്തിലേക്ക് ഹവ്വ വലിച്ചിഴച്ച് കഴിഞ്ഞും ആ ഹവ്വയെ കൊണ്ട് ഇറങ്ങിപ്പോകുമ്പോഴും ആദാം എന്ത് പറയണം? It's good. Eve dragged Adam into sin, and both of them had to go out of the garden. Still, Adam has to say, "She is good for me." അങ്ങനെ ഈ ഹവ്വയെ നല്ലതായിട്ട് ദൈവം നൽകിയെങ്കിൽ ആദാം ദൈവത്തോട് എന്ത് പറയണം? So God gave Eve as a good partner to Adam. What should Adam say to God? എന്ത് പറയണം? അതെ അത് പിന്നെ പറയാ. അങ്ങനെ ആരാണെങ്കിലും പറഞ്ഞു പോകും പോട്ടെ. എന്ത് പറയണം? What should Adam say to God? ആദമിന് പറയാൻ കഴിയാതെ പോയി നമ്മൾ പറയണം. If Adam was not able to say, we should say that. ആദം എന്ത് പറയണം? What should Adam say? ദൈവമേ നല്ലത് ഇത് നല്ലതിനായിട്ട് സ്തോത്രം എന്ന് പറയണം. Adam should say, God, thank you for this good partner. ഞാനിവിടെ ഇരിക്കുന്ന അച്ചായന്മാരോടും സഹോദരന്മാരോടും ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യയെ നോക്കിയിട്ട് ദൈവം എങ്ങനെ ഒരു ഭാര്യ തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ? Let me ask let me ask our brethren. Let me ask the brethren. Have you ever looked at your wife and thanked God for her? നേഴ്സായിട്ട് നല്ല ശമ്പളം തരുമ്പോൾ പറഞ്ഞിരിക്കും. കാരണം നല്ലവർ കിട്ടുന്നുണ്ട്. If your wife is a nurse and she is earning a lot of money, for that you might thank God. സഹോദരിമാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നോക്കിയിട്ട് ദൈവമേ ഇത് അവിടുന്ന് തന്നതാണല്ലോ, അവിടുന്ന് തന്നത് ഏറ്റവും നല്ലതായതുകൊണ്ട് സ്തോത്രം എന്ന് ദൈവത്തോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? Let me ask the sisters, have you looked at your husband and have you told God, God, you have given me the best. Thank you. ഇതിന് പകരം നമ്മൾ എന്തെല്ലാം പറയാറുള്ളത്? Instead of this, we say all other things. എത്ര കല്യാണാലോചന വന്നു എന്റെ തലവരെന്ന് പറഞ്ഞു. You would say, I had so many proposals, but this is my fate. എന്റെ അപ്പൻ ചെയ്തതിന്റെ അറിവായത് എന്തെല്ലാം വേർഷൻസാണ് നമ്മൾ പറയാറുള്ളത്. My father deceived me and that's why I'm with you now. ദൈവം തന്നതായതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ദി ബെസ്റ്റാണ് ദൈവം തന്നിരിക്കുന്നത്. But you should understand that God has given you your partner the best. You should thank God for that. അപ്പൊ നിങ്ങൾ എന്നോട് പറയും, ഈ ആളല്ല വേറെ ആളായിരുന്നെങ്കിൽ പറയാറുണ്ടെങ്കിൽ സ്തോത്രം, ഈ ആളെ കുറിച്ച് അയാൾ സ്തോത്രം പറയുന്നത്. So you might say, if I had a different wife or husband, still I would have said thank you to God. But how can I say about this person? നമുക്ക് ദൈവം തന്നത് ദൈവദാനമായി കണ്ട് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ശീലം, ഒരു നന്ദിയുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. So whoever you have God as your partner, you should recognize that person is from God and you should be able to thank God. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞൊരു ശീലം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതപങ്കാളെ നോക്കിയിട്ട് എന്ത് പറയും? താങ്ക് യു പറയാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. So if we have that practice of saying thank you to God, we can look at our partner too and say thank you to that person. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയാറുള്ളത് നമ്മൾ രണ്ട് വാക്ക് പറയുകയില്ല, അതിൽ ഒന്നാണ് താങ്ക് യു എന്നുള്ളത്. People usually say about us that we never say thank you.
അതിന് പകരം നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ആ ഇന്ന സഹോദരന്റെ വീട്ടിൽ പോയിരുന്നു, ആ ചിന്നമ്മ ഉണ്ടാക്കിയ മീൻകറി ഒക്കെ ബാക്കിയായിരുന്നു, ചിന്നമ്മയുടെ മീൻകറി നല്ലതാ. ഇത് കേൾക്കുമ്പോ ഭാര്യയുടെ വിചാരം ഈ കഴിഞ്ഞ 40 കൊല്ലം ഈ മനുഷ്യന് ഞാൻ ഈ കറി ഉണ്ടാക്കി കൊടുത്തു, ഒരിക്കൽ പോലും നല്ലത് പറഞ്ഞിട്ടില്ല. If you praise some other lady's cooking and all that, your wife would think that I made food for this person for last 40 years, he never praised me. ദൈവത്തിന് നന്ദി പറയാ, ജീവിത പങ്കാളിയോട് നന്ദി പറയാ, കാരണം ദി ബെസ്റ്റ് ആണ് ദൈവം. Say thank to God and say thank to your partner. അതുകൊണ്ട് ദൈവം തന്ന ജീവിത പങ്കാളി ദൈവത്തിന്റെ മികച്ച ദാനമാണെന്ന് മനസ്സിലാക്കി ആ ജീവിത പങ്കാളിയോട് ചേർന്ന് ജീവിക്കാനുള്ളതായ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഓരോരുത്തരും തയ്യാറാകുന്നതാണ് വിജയകരമായ കുടുംബജീവിതം. So you need to understand that the partner that God has given you is the best in your life, and you need to be able to adjust your life accordingly. നാം പലപ്പോഴും ചെയ്യാറുള്ളത് നമ്മൾ മറ്റേ ആളൊക്കെ നന്നാക്കാൻ ശ്രമിക്കുക. Many times we try to improve the other person. ഭർത്താക്കന്മാരുടെ ശ്രമം ഭാര്യ അങ്ങനെ കുറെ നന്നാക്കാവുന്നതാണ്. Husbands try to improve their wives. ഭാര്യമാരെ അങ്ങനെ ഭർത്താക്കന്മാരെ അങ്ങനെ കുറച്ചുകൂടെ നന്നാക്കാവുന്നതാണ്. And wives try to improve their husbands. അങ്ങനെ ഇത്രയും നാളിനിടയ്ക്ക് നിങ്ങൾക്ക് ആരെങ്കിലും നന്നാക്കാൻ പറ്റിയോ? And in all this attempt, were you able to improve anybody? ഇല്ല, നന്നാക്കാൻ പറ്റിയല്ല. You cannot improve. മറ്റേ ആളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഞാൻ എന്നെ തന്നെ നന്നാക്കുന്നതാണ് കുടുംബജീവിതം. It's always better to understand the other person and you adjust yourself accordingly. ഞാൻ നന്നാകുന്നതാണ് കുടുംബജീവിതത്തിന്റെ വിജയം. Improve myself, and that is the secret of a success. മറ്റേ ആളെ നന്നാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴാണ് വിവാഹമോചനം ഉണ്ടാകുന്നത്. And when you try to improve the other person and you fail, then people end up with divorce. ഇതാണ് ഒന്നാമത്തെ പാഠം. This is the first lesson. എന്നാൽ രണ്ടാമത്തെ പാഠം, What is the second lesson? ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ദൈവം ഒരു സ്ത്രീയെ ആദമിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. God said, I'll give him a suitable companion, and God brought a woman to him. അങ്ങനെ ആദമിന്റെ മുമ്പിലൂടെ ഈ മൃഗങ്ങളെയും പറവകളെയും എല്ലാം ദൈവം കടത്തിവിട്ടു. First God sent all the animals and birds in front of Adam. ആദം അവയ്ക്ക് എല്ലാം പേരിട്ടു. And Adam gave each one of them name. എന്താ പേരിടുക എന്ന് പറഞ്ഞു? What does it mean he named them? പേരിടുക എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയല്ല പേര്. Naming is not just for identity. അതിൽ ഐഡന്റിറ്റി ഉണ്ട്. Identity is there. എന്നാൽ ദൈവത്തിൽ പേരെന്ന് പറയുന്ന സ്വഭാവത്തെ കാണിക്കുന്നതാണ്. But in the Word of God, name also talks about the character. അതുകൊണ്ടാണ് ചിലരൊക്കെ പേരുകൾ മാറ്റിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. That's why in the Bible we see that some people change their name. യോജിക്കാത്ത പേരുകൾ ദൈവം തന്നെ മാറ്റിയിട്ടുണ്ട്. And sometimes if the name is not suitable to your character, God will change the name. അബ്രഹാമിന്റെയും സാറായിയുടെ പേരുകളൊക്കെ മാറ്റിയിട്ടു. We know that Abraham and Sarah's name were changed. ശിമോന്റെ പേര് മാറ്റി കേഫാ പത്രോസ് എന്നാക്കി മാറ്റി. And Simon's name was changed to Peter. യാക്കോബിന്റെ പേര് മാറ്റിയിട്ട് ഇസ്രായേലാക്കി. And Jacob's name was changed to Israel. അപ്പോൾ ആദമിന്റെ മുമ്പിലൂടെ കടന്നുപോയ ജീവികൾക്കെല്ലാം ആദം പേരിട്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓരോ ജീവിയെയും മനസ്സിലാക്കി അതിന്റെ സ്വഭാവം അറിഞ്ഞ് ആ സ്വഭാവത്തിന് യോജിക്കുന്നതായ പേരിട്ടെന്നാണ് കേട്ടത്. So when the Bible says that Adam named each animal, that means Adam studied the animal, studied the behavior of the animal, and gave a suitable name. അപ്പോൾ ഓരോന്നിന്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആദമിന് ദൈവം നൽകിയിരുന്നു. So Adam had an ability of understanding the nature of animals. ഇവിടെ തന്റെ ഭാര്യയ്ക്ക് പറയാൻ ഒന്നിലധികം പേരുകളുണ്ട്. And here we see that he named his wife more than once. നാരി എന്ന് പേരിട്ടു. First he said woman. അതിനുശേഷം ഹവ്വ എന്ന് പേരിട്ടു. Then he said Eve. ഇതിനെല്ലാം അടിസ്ഥാനം ഭാര്യയെയും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ്. So the meaning is he had the ability to understand his wife. അപ്പൊ നല്ല കുടുംബജീവിതത്തിലുള്ള രണ്ടാമത്തെ പാഠം അന്യോന്യം മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്നുള്ളതാണ്. So the second lesson of a good family life is understand each other. നമുക്കറിയാമല്ലോ പലയിടങ്ങളിലും ഉണ്ടാകുന്ന പരാതി എന്റെ അച്ഛനെ മനസ്സിലാക്കുന്നില്ല. Oh, it's a big complaint in many places that my husband doesn't understand me. ഭർത്താക്കന്മാർ പറഞ്ഞത് ഭാര്യ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. Some husbands complain that my wife doesn't understand me at all. പറയുന്നത് രണ്ടുപേർക്ക് മനസ്സിലാകുന്ന ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആയിരിക്കും. Maybe they are talking in Malayalam or English, but they don't understand each other. പക്ഷെ മനസ്സിലാകുന്നില്ലെന്നാ പറഞ്ഞത്. But they say that they don't understand. അതെന്താ മനസ്സിലാകാത്തത്? Why don't they understand? മനസ്സിലാകുകയല്ല. They don't understand. മനസ്സിലാകാത്തതിന്റെ കാരണം ദൈവം സൃഷ്ടിയിൽ ആണിനെയും പെണ്ണിനെയും വളരെ വ്യത്യസ്തതയോടുകൂടി സൃഷ്ടിച്ചതുകൊണ്ടാണ്. The reason is God has created man and woman totally different. ഈ സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്.
The difference between a man and woman is a mystery. ഈ അത്ഭുതകരമായ വ്യത്യസ്തത മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒന്നിച്ചു പോകാനുള്ളതായ പ്രേരണ ഉണ്ടാകുന്നത്. And when we understand this difference perfectly, then we have the motivation to go together. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഞാൻ ചിന്തിക്കുന്ന പോലെയും എന്റെ ഭാര്യ ചിന്തിക്കാത്തതോ എന്നെ പോലെ എന്റെ ഭർത്താവ് ചിന്തിക്കാത്തതോ പെരുമാറ്റത്തിൽ വ്യത്യസ്തതയുള്ളതിനെയോ കാരണം എന്നാണ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ നാം തയ്യാറാകുന്നത്. And when we understand that my wife is different than me, she thinks differently, and same way the wife understands that too, and then they are able to walk together. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് agree to disagree. So many times we say agree to disagree. അപ്പോൾ എങ്ങനെയാണ് എഗ്രി ചെയ്യാൻ കഴിയുന്നത്? ഈ ഡിസഗ്രിമെന്റിന് നടുവിൽ എങ്ങനെ എഗ്രി ചെയ്യാൻ കഴിയും? When there is disagreement between two people, how are we able to agree? ഇവിടെ ഞാൻ ചില ഉദാഹരണങ്ങൾ, ഈ വ്യത്യസ്തതയുടെ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കാം. I'm just giving a few illustrations, examples of these differences. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. These are the things we notice in our daily life. ആ വ്യത്യസ്തതകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. So the second lesson is understanding these differences. ഈ സ്ത്രീ പുരുഷന്മാരിൽ ആണ് പെണ്ണ് എന്നുള്ളതായ സെക്സ് ഡിഫറൻസ് മാത്രമല്ല ഉള്ളത്. Among man and woman, there is not only the gender or sex difference. പിന്നെ എന്ത് വ്യത്യാസമാണ്? What is the other difference? ശാരീരികമായ വ്യത്യാസം. There is physical difference, മാനസികമായ വ്യത്യാസം, mental difference, വൈകാരികമായ വ്യത്യാസം, emotional difference, ആത്മീകമായ വ്യത്യാസം, spiritual difference. ഇങ്ങനെ ഏത് കാര്യം നോക്കിയാലും ഏത് മേഖല നോക്കിയാലും യോജിപ്പിനേക്കാൾ കൂടുതൽ വിയോജിപ്പുകളാണ്. So no matter whatever aspect you look at, there is more differences than agreement. സാധാരണ പറയാറുണ്ട് പൊരുത്തം, എഗ്രിമെന്റ്, പൊരുത്തപ്പെടുന്നുണ്ടോ? Many times we say, do they agree? നിങ്ങൾ ചിന്തിക്കണേ, ആണും പെണ്ണും ഒരുപോലെ ആയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം ശരിയാകുമായിരുന്നു. Think about it. If a woman and man were just alike, how would the world would have been? ലോകത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. The world wouldn't have gone ahead. അതുകൊണ്ട് വളരെ വ്യത്യസ്തതകളോടുകൂടി ആണിനെയും പെണ്ണിനെയും കൂടെ ഒരുമിച്ചാക്കി ഒരു വീട്ടിൽ താമസിപ്പിച്ച് ഒരു ജീവിതകാലം മുഴുവൻ ജീവിപ്പിക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ കാര്യപരിപാടി. So these people, man and woman who are totally different, bringing them together, making them live together lifelong is God's perfect plan. ചില ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. Some small examples I'll give you. ഈ ശാരീരികമായ വ്യത്യാസതകൾ ആലോചിച്ച് നോക്കണം. Think about the physical differences between man and woman. മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങളെല്ലാം പരിശോധിച്ചുകൊള്ളുക. Not only man, look at all the creatures. ഈ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ ഉയരം കൂടുതലും ഭാരം കൂടുതലും? Who is more taller and bulkier, man or woman? പൊതുവെ നോക്കിയിട്ട് വേണം, ഒന്നോ രണ്ടോ സംഭവം പറഞ്ഞാൽ പോരാ. Look generally, not just one or two examples. ഉയരം കൂടുതൽ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ? Who is taller, man or woman? പുരുഷന്മാർക്ക്. Man is taller. ഇനി വലിപ്പം കൂടുതൽ, ഭാരം കൂടുതൽ? And who is huge, bigger, man or woman? സംശയിക്കൊന്നും വേണ്ട, പുരുഷന്മാർക്കാണ്. Don't have any doubts. It is man who is bigger. അതുകൊണ്ട് അങ്ങനെ. Why is that? അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. That's how God has created. ഇനി നമ്മുടെ ഈ ശരീരത്തിന്റെ ഓരോ അവയവവും മാറി പരിശോധിച്ച് നോക്കണം. But now look at each organs of our body. പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്? Who is able to see the things far distant things? ദൈവം ഈ കണ്ണുകളെ സൃഷ്ടിച്ച കാര്യങ്ങൾ അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. Many times I look at my eyes and I'm very curious. പുരുഷന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന കണ്ണ് ദൂരക്കാഴ്ചയുടെ ടണൽ വിഷനാണെന്ന് പറയാറുണ്ട്. Sometimes people say that the eyes that man has, God has distance vision, tunnel vision. എന്നാൽ സ്ത്രീകളുടെ കണ്ണുകളുടെ പ്രത്യേകത പെരിഫറൽ വിഷൻ, അടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. But women will not look at distance; they will look at periphery, അതൊന്നും അങ്ങനെ surroundings. Why is that? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. That's how God has created them. നിങ്ങളുടെ വീട്ടിലെ വണ്ടിയുടെ താക്കോല് മേശപ്പുറത്ത് നിങ്ങൾ തന്നെ പുരുഷന്മാർ വെച്ചെന്ന് വിചാരിക്കുക. Think about this: that man leaves his key on the table somewhere. ധൃതിയാണ്, ഓഫീസിൽ പോകാറായി, ജോലിക്ക് പോകാറായി. And now it's time for him to go to the job. അതൊക്കെ ആ വീടിനകം മുഴുവൻ ഓടി നടന്നത് താക്കോല്. And he's running around and the whole house is looking for key. താക്കോല് കാണുകയില്ല. But he will not find the key. ടെൻഷനായി. And now he's ബഹളമായി. Now he's making a noise. ഈ ബഹളം കണ്ടുകൊണ്ട് ഭാര്യ വന്നാൽ ആദ്യമേ ഭാര്യയുടെ കണ്ണിൽ താക്കോല് കൊടുക്കും. And when wife comes in, she will find the key immediately. അതൊന്നുകൊണ്ട് അങ്ങനെ. Why is that so? സംശയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു നാരങ്ങ വെച്ചിട്ട് അച്ചാനോട് എടുത്തോണ്ട് പറഞ്ഞു. If
If you don't believe me, just leave a lemon in your fridge and ask your husband to get it. അദ്ദേഹം ആ ഫ്രിഡ്ജ് അടിമുടി മുഴുവൻ എടുത്ത് മറിഞ്ഞിട്ടാണ് നാരങ്ങ കിട്ടുകയില്ല. He might search everywhere in the fridge, but he will not find the lemon. അതെന്തുകൊണ്ടാണ് കിട്ടുകയില്ലാത്തത്? Why wouldn't he find it? അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുക. Because God has created him like that. സ്ത്രീകൾക്ക് അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ വളരെ എളുപ്പമാണ്, പുരുഷന്മാർക്ക് ആ കാഴ്ചയില്ല. Women can find the nearest things very quickly, but man cannot. അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞു നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുകൂടെയുള്ള കാര്യപരിപാടികൾ തയ്യാറാക്കാൻ പുരുഷന്മാർക്ക് കഴിയും, സ്ത്രീകൾക്ക് അത്രത്തോളം കഴിവില്ല. So many times man can see far and plan for things after many years, but women may not be able to do that. അതുകൊണ്ടാണ് സ്ത്രീജനം ബലഹീനവാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. That's why sometimes we call women are weaker vessels. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ വീടിനകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. If you look at women, mostly they are concerned with the things in the house. അതുകൊണ്ട് ഏറ്റവും അടുത്ത കാര്യങ്ങൾ കാണാൻ അവർക്ക് കഴിയണം. So that's why they are able to see the surrounding things. ഈ ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. When we look at the distance vision and near vision, when they come together, that makes perfection. അപ്പോഴാണ് പരസ്പര പൂരകങ്ങളായി തീരുന്നത്. And that's how we fill each other. ഇനി സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് കളർ തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലുള്ളത്. And who is able to distinguish color well, man or woman? സംശയമില്ലാത്ത കാര്യം. There's no doubt. Women identify color quickly. ഞാൻ ഇതേ കാര്യം പലയിടത്തും ഉദാഹരണമായിട്ട് പറയാറുണ്ട്. I say this thing in many places. ഒരു സാരിക്ക് ചേർന്ന ഒരു ബ്ലൗസ് വാങ്ങണമെങ്കിൽ ഒരു പുരുഷൻ പോയാൽ ഏത് കളറിട്ടാൻ കൊടുത്തിട്ടുണ്ട്. If a man goes to find a blouse piece for a sari, he will pick any. ആ സെയിൽസുകാർ കൊടുക്കുന്ന എല്ലാം അദ്ദേഹത്തിന് മാറ്റാം. സെയിൽസുകാർ കടയിൽ കൊടുക്കുന്ന എല്ലാം അദ്ദേഹത്തിന് മാറ്റാം. Whatever the sales girl shows, everything matches the sari and he will bring it. എന്നാൽ ഒരു ഭാര്യ കടയിൽ ചെന്ന് സാരി കാണിച്ചിട്ട് ഇതിന് ചേരുന്ന ഒരു ബ്ലൗസ് പീസ് ചോദിച്ചാൽ ആ ഷെൽഫിൽ ഇരിക്കുന്ന 100 എണ്ണം എടുത്തിട്ടാലും ഏറ്റവും ഭാര്യ പറയും മാറ്റാം. When a woman goes to a store with the sari and if they shows all the cloth pieces, finally she would say it doesn't match. എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇത്ര പെട്ടെന്ന് അറിയാവുന്നത്? How is it that a woman is able to know that? ഈ കളർ തിരിച്ചറിയാനുള്ളതായ കഴിവോടുകൂടിയതായ 70 കോൺ ഷേപ്ഡ് സെൽസ് സ്ത്രീകളുടെ കണ്ണുകൾക്കകത്തുണ്ട്. God has created 70 cone-shaped cells inside the eye of the woman. എന്നാൽ പുരുഷന്മാർക്ക് അതിന്റെ പകുതി പോലും ഇല്ല. Man doesn't have even half of it. അതുകൊണ്ട് പുരുഷന്മാർക്ക് അതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റേ ഉള്ളൂ. അതിനപ്പുറം men see mostly black and white, nothing beyond it. 100 പച്ചകൾ ഉണ്ടെങ്കിൽ അതിന് എല്ലാം പച്ചയായി, എല്ലാം മഞ്ഞയായി, എല്ലാം കറുപ്പാ. For man is all same color, green or blue or black. അപ്പൊ ഞാൻ ഈ തുണിക്കടയിൽ പോയി ഭാര്യാഭർത്താക്കന്മാരെ വഴക്ക് പിടിക്കുന്നെങ്കിൽ മാറി എന്ന് കാണാറുണ്ട്. Sometimes I go to the textile store and watch husband and wife fighting over the color. ഈ വ്യത്യാസം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പുരുഷന്മാർ വേഗം ചൂടാവും. കാരണം 100 ചേരുന്നതാണ്. Since man is not able to understand this difference, men will get angry very quickly. പക്ഷേ ഇത് മാച്ച് ചെയ്യാൻ വരുന്ന ഭാര്യ തയ്യാറല്ല. But a woman is not ready to buy the clothes unless it matches. ഇവിടെ ആരാ ശരി? Who is right here? സ്ത്രീയാ ശരി. Woman is right. ഇനി വഴക്കുണ്ടാകാതിരിക്കണം പുരുഷൻ എന്ത് ചെയ്യണം? വീട്ടിലിരിക്കുന്ന ഒരു മാർഗമാണ്. The fight has to be avoided. What should the man do? അല്ലെങ്കിൽ ഭാര്യയെ ആ കടയിൽ സാധനം വാങ്ങാനാക്കിയിട്ട് അവിടെ ഇരുന്ന് നല്ല പുസ്തകം വായിച്ചിട്ടുണ്ട്. What man should do is allow the wife to do the purchasing and he sits somewhere reading a book. അപ്പൊ ഇവിടെ ഞാൻ തന്നെ ശരിയാക്കാൻ ശ്രമിക്കുന്നത് എന്റെ ഭാര്യയോട് കിട്ടുന്നത് മേടിച്ചോണ്ട് ഞാൻ പറയുന്നതല്ല ശരി, ഞാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്. So I shouldn't be forcing my wife to buy whatever she finds. Rather, I adjust myself to her needs. ഇനി പരിസരത്തുള്ള കാര്യങ്ങൾ കാണാൻ സ്ത്രീകൾക്കുള്ള കഴിവ് പുരുഷന്മാർക്കില്ല, സമ്മതിച്ചേ പറ്റൂ. The man has to agree that we don't have the ability to look at the surrounding things. ഇവിടെ എന്നെ ഫേസ് ചെയ്ത് നിങ്ങൾ ഇരിക്കുക, അല്ല ഞങ്ങളെ ഫേസ് ചെയ്ത് നിങ്ങൾ ഇരിക്കുക. You all are facing us. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് നേരെ മുമ്പോട്ട് നോക്കാൻ മാത്രമുള്ള കഴിവ്. The man has the ability only to look forward. എല്ലാ സ്ത്രീകൾക്ക് 45 ഡിഗ്രി ഇടത്തോട്ട് 40 ഡിഗ്രി വലത്തോട്ട് നോക്കാനുള്ള കഴിവ്. Women have the ability to look 45 degree this way, 45 degree this way. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ 40 ഡിഗ്രി പുറകുള്ള കാര്യങ്ങൾ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. So while women are looking at us, they are also seeing things happening on the both sides. അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ വശങ്ങളിൽ നിന്നുള്ള അപകടം സ്ത്രീകൾ ഓടിക്കുമ്പോൾ വളരെ കുറവാണ്. That's why when women drive, they are careful about the side things. എന്നാൽ മുമ്പോട്ട് പുറകോട്ട് പോകാൻ ഭാര്യമാർ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കും.
But if women has to go only straight or backward, they will end up in accident. കാരണം എന്താ മുമ്പോട്ട് നോക്കി കാണാൻ കൃത്യം എവിടെ ചെന്ന് നിർത്തുന്നത് അറിയാൻ പാടില്ല. ചിലപ്പോ ആ ലൈൻ ക്രോസ് ചെയ്തായിരിക്കും നിർത്തുന്നത്. Because sometimes women don't see where to stop and they might go. ഇനി നന്നായി റിവേഴ്സ് ഗിയറിൽ ഓടിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you ever seen women driving in reverse gear? ഇല്ല. No, അധികം പേർക്ക് കഴിയില്ല. You may not find many women who are. അവരുടെ പിവറ്റ് ജോയിന്റ് അങ്ങനെ അധികം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. God has made a pivot joint that. അതുകൊണ്ട് പരമ്പരാഴികൾ അറിയാതെ ഭവിഷ്യത്ത് അറിയാതെ വായു വരുന്ന എല്ലാം വിളിച്ചു പറയുകയും ചെയ്യും. So sometimes they just say things without thinking. ഇതെല്ലാം വ്യത്യസ്തതകൾ കൊടുക്കുന്നതാണ്. So these are all differences how God has created. അതുകൊണ്ട് ഓരോ കാര്യത്തിലും കുടുംബജീവിതത്തിലുണ്ടാകുന്ന എന്തുകൊണ്ട് ഭാര്യ വ്യത്യാസമായി ഭർത്താവ് വ്യത്യസ്തമായി പെരുമാറുന്നുള്ളത് അത് കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ റിസർച്ച് നടത്താൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. So I think right after your marriage you should try to do some research and understand your partners. ഞാൻ അടുത്തിടെ കുമ്പനാട് കൺവെൻഷനിൽ വെച്ച് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ ചെറിയ ഉദാഹരണമാണ്. Recently I talked about this in Kumbanar convention and I gave an example. അവിടെ പറഞ്ഞ ഉദാഹരണം സാധാരണ ഈ ബാത്റൂം ഉപയോഗിച്ച് വരുമ്പോ ആ ക്ലോസറ്റിന്റെ സീറ്റ് പുരുഷന്മാർ ഉയർത്തി വയ്ക്കും. Usually after using the toilet, the men would raise the seat up. എന്നാൽ സ്ത്രീകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേപോലെ താഴെ ഇരിക്കുന്നു. But after women use the toilet, they will keep the seat down. എന്താ കാരണം അറിയാമോ? Do you know why? ഒന്ന് ദീർഘപക്ഷത്തെ അടുത്തയാൾ വന്ന് ഉപയോഗിക്കേണ്ടതാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഇല്ലാതെ പോകുന്നുണ്ടാണ്. The first thing is women don't have the long vision that next person has to come and use it. മാത്രമല്ല സ്ത്രീകൾക്ക് ഒരേ സമയത്ത് 4 കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും. Not only that, women are able to think about 4 or more things at the same time. അപ്പൊ ഈ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുക. So while they are using the toilet, they are thinking about 4 or more different things. പുരുഷന്മാർക്ക് ഒരു സമയത്ത് ഒരു കാര്യം ചിന്തിക്കാനുള്ള കഴിവ്. Men can think about only one thing at a time. അതുകൊണ്ട് പുരുഷന്മാർ ഭാര്യമാർ കേട്ടില്ല എത്ര നേരമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. കാരണം അവർക്ക് അതിനുള്ള കഴിവില്ല. Many times women say, I have been telling you and are you not listening? But men are not able to pay attention to many things. ഇതെല്ലാം ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ. These are all physical differences. അപ്പൊ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ദൈവം ആണിനെ ആണായും പെണ്ണിനെ പ്രത്യേകതകളോടുകൂടി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസം കുടുംബജീവിതത്തിൽ മനസ്സിലാക്കി ഞാനത് സഹിക്കാനും മനസ്സിലാക്കാനും ഉള്ളതായ വിവേകം പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും. So we need to understand that God has created us with differences and we need to understand it. ഇനി സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മാനസിക വ്യത്യാസം നിങ്ങൾ നോക്കണം. And think about the mental differences between man and woman. ഏറ്റവും കൂടുതൽ വർത്തമാനം പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന പുരുഷന്മാരാണ് സ്ത്രീകളാണ്. Who likes to hear and talk more, men or women? ആരാ? സ്ത്രീകളാണ്. It's women. ഇനി ഏറ്റവും കൂടുതൽ കരയുന്ന സ്ത്രീകളാണ് പുരുഷന്മാരാണോ? And who likes to weep more, men or women? പുരുഷന്മാർ കരഞ്ഞാലും വാഷ്റൂമിൽ പോയ കാര്യത്തിൽ കാരണം സ്ത്രീ കേൾക്കുന്നത് ആഗ്രഹമുണ്ട്. കരയുന്നത് വിലക്കരുതേട്ടാ പുരുഷന്മാർ കേൾക്കുന്നത്. If men cry or weep, they think that it's a sign of weakness and they will go to the washroom and cry there. അത് അവർ വികാരജീവികളാണ്. സ്ത്രീകൾ കൂടുതൽ വികാരജീവികളാണ്. And women are emotional beings. എന്നാൽ നാളുകൾ കഴിയും തോറും ഈ സ്ത്രീകളിലുള്ള വ്യത്യാസം പുരുഷന്മാരുടെ വ്യത്യാസം മാനസിക മേഖലയിൽ കാണാം. And as days go by, you will see the differences in the emotions of men and women. ഒരു ചെറിയ ഉദാഹരണം പറയാം. There is an example. പ്രായം കൂടി വരുമ്പോൾ ഹൃദയത്തിന്റെ കടുപ്പം കൂടുതൽ പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കാണ്. When you are getting older in your age, whose hearts get stronger? Is it men or women? ഞാൻ പറഞ്ഞാ ശരി. അവരുടെ കാര്യം മാത്രം എല്ലാവരുടെ കാര്യമൊക്കെ എന്താ കാരണം? Why does their heart get stronger? പുരുഷന്മാരുടെ ഹൃദയത്തിന്റെ സെല്ലുകൾ 25 വയസ്സാകുമ്പോൾ മുതലേ നശിക്കാൻ തുടങ്ങും. In men, the cells of the heart starts destroying from the age of 25. അത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. And there is no replacement. അതിങ്ങനെ ഗ്രാജുവലി കുറേശ്ശെ നശിച്ചുകൊണ്ടിരിക്കുക. And they are being destroyed slowly. എന്നാൽ സ്ത്രീകൾ എത്ര പ്രായമായാലും ഹൃദയത്തിന്റെ സെല്ലുകൾ നശിക്കുകയാണ്. But for women, regardless of their age, their cells of the heart are not destroyed. അതുകൊണ്ട് ഈ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ പുരുഷന്മാരെ തന്റെ ഇടത്തോടുകൂടെ സ്ത്രീകളോട് പെരുമാറി ഓർത്തോണം തിരിച്ചടി ഉണ്ടാകും. So right after marriage, if men are showing so strong to women, they should know that when they get older, it would be reversed. ഇതിനെല്ലാം ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് ബൈബിളിലുണ്ട്. സഭയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നത്. There are so many examples in the Bible, but there is no time. നിങ്ങൾ ഒറ്റ ഉദാഹരണം ശൂനേക്കാരിയെ കുറിച്ച് നമ്മൾ വായിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. In the King's book, we read about Shunammite. അവിടെ ശൂനേക്കാരിയുടെ ഭർത്താവ് വളരെ വൃദ്ധനായിരുന്നു. Shunammite's husband was very old. എന്നാൽ ഈ സ്ത്രീ അത്ര പ്രായമുള്ള ആളല്ല. But this woman was
not that old. അവരുടെ കുഞ്ഞു മരിച്ചു. And her child died. ആ ഭാര്യ എന്ത് ചെയ്തു? അമ്മ എന്ത് ചെയ്തു? What did she do? കുഞ്ഞിനെ ഒരു മുറിക്കകത്താക്കി അടച്ചിട്ട് എലീശാ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി. She left the child in a room and sent for the prophet Elijah. കഴുതപ്പുറത്ത് കയറിയിട്ട് കഴുതയെ ഓടിക്കുന്ന അവൾ ഗോ ഫാസ്റ്റ് എന്നാ പറഞ്ഞത്, വളരെ വേഗത്തിൽ ഓടിക്കാനാണ്. And she sent her servants and said, go fast. എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിനുള്ള തന്റേടം ഉണ്ടായിരുന്നു. The meaning is she had that courage to do it. എന്തുകൊണ്ടായിരിക്കണം ഈ കുഞ്ഞു മരിച്ചവര് ഭർത്താവിനോട് പറയാതിരുന്നത്? What could be the reason that she didn't inform her husband that the child is dead? നമ്മളവിടെ വിശ്വാസത്തിന്റെ കാര്യം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. Don't apply her faith there. പ്രായമായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കടുപ്പം കുറഞ്ഞതുകൊണ്ടാണ്. The reason is when the husband grew older in age, his heart grew weaker. ആ കുഞ്ഞിന്റെ മരണപരം അറിയിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ഭാര്യക്കറിയാം. And if the news of the death of the child is told to the husband, the wife knows what will happen. അതുകൊണ്ടാണ് പ്രായം കൂടി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പുരുഷന്മാരെ ഭാര്യമാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. So that's why when we grow older in age, many times men has to depend on women. ഇത് ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുക. This is how God has created. ശാരീരികമായ വ്യത്യാസം, മാനസികമായ വ്യത്യാസം, so physical difference, mental difference. ഈ വൈകാരികമായ വ്യത്യാസം നോക്കണം. What are the emotional differences? ഈ സ്പർശനം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളാണ്. It is women who likes touch more than men. ശരിയാണോ? Is it true? സാധാരണ രണ്ട് സ്ത്രീകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവരെ വർത്താനം തുടങ്ങിയത് നേരെ ചോദിക്കുന്നത് തൊട്ടോണ്ടിരിക്കുന്നതാണ്. If you notice two women talking, while they are talking, they will be touching each other. ഇത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നപ്പോൾ ജോർജ് മാത്തിച്ചാൻ്റെ അടുത്തേക്ക് അമ്മാമ്മ അറിഞ്ഞോണ്ടായിരിക്കും മുട്ടിയിരുന്നു, അവിടെ മാറിയിരിക്കാൻ. Today during lunchtime, Gloria Mama was sitting close to George Matthew Jan and he said, just move apart. അത് നാണോടൊന്നും അല്ല കേട്ടോ. Not because he was embarrassed. എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് സ്ത്രീ പുരുഷൻ തമ്മിലുള്ള വ്യത്യാസം. So I just thought of the difference between man and woman. സ്ത്രീകൾക്ക് എപ്പോഴും സ്പർശനവും സാമീപ്യവും ഇഷ്ടമാണ്. Women always like touch and closeness. എന്നാൽ പുരുഷന്മാർക്ക് അത് ഇഷ്ടമല്ല. But men don't like that. കാരണം ഈ സെൻസേഷൻ അറിയാനുള്ളതായ സെല്ലുകൾ സ്ത്രീകൾക്ക് 50 ലക്ഷമാണ് ഈ ത്വക്കിലുള്ളത്. The women has the cells that understand sensation around 50 lakhs in their body. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശരീരം വളരെ മൃദുവാണ്. And that's why their skin is so soft. എന്നാൽ പുരുഷന്മാർക്ക് ഈ 50 ലക്ഷത്തിൽ 10 ലക്ഷം സെല്ലുകൾ മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. And for men, God has given them only 1 million sensitive cells. അതുകൊണ്ട് അവർക്ക് സ്പർശനം അത്ര ഇഷ്ടമല്ല. So that's why they don't like touching that much. ഇവിടെ വൈകാരികമായി വേദന അനുഭവിച്ച് മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭാര്യയുടെ അടുക്കൽ ഒരു ഭർത്താവിന്റെ കടമ എന്താ? നിനക്ക് അങ്ങനെ വരണമെന്നല്ല പറയേണ്ടത്. ഏൽക്കാനാ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലേ എന്ന് പറയാൻ ഭർത്താക്കന്മാരെ കഴിയണം. So when women are going through emotional trouble, men should be able to go to them and comfort them, like Elkanah did. ഇനി ആത്മീയമായുള്ള വ്യത്യാസം നോക്കണം. Now think about the spiritual difference. ആത്മീയ കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണുള്ളത്. Who is able to better distinguish between spiritual things, men or women? പുരുഷന്മാർക്കാണ്. It's men. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത് സ്ത്രീകൾ പുരുഷന്മാരെ പഠിപ്പിക്കാൻ പാടില്ല. And that is why the word of God says that women should not teach men. അവരെത്ര കഴിവുള്ളവരാണെങ്കിലും അവർ പഠിപ്പിക്കാൻ പാടില്ല. However able they are, they should not be teaching. ആത്മീയ കാര്യങ്ങളിൽ ലീഡ് ചെയ്യാൻ പാടില്ല. They should not be leading in spiritual matters. കാരണം അവർക്ക് ആ കാര്യത്തിലുള്ളതായ വേണ്ട പരിജ്ഞാനം ഉണ്ടാകുന്ന പൗരസ്വരെ എത്ര പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങളാണ്. Paul says that regardless how much they learn, they don't have the understanding. നിങ്ങൾക്ക് അറിയാമായിരിക്കും പോലെ ലോകത്തിലെ ഏറ്റവും അധികം ദുരുപദേശ സംഘങ്ങൾ ഉണ്ടാക്കിയത് പുരുഷന്മാരാണ്, സ്ത്രീകളാണ്. Think about the cults in the world. Who made all of them, men or women? ഭൂരിഭാഗവും സ്ത്രീകളാണ്. Mostly they were made by women. Seventh-day Adventism, Mrs. Ellen G. White. Seventh-day Adventist, Mrs. Ellen G. White. Armstrong movement, Mrs. Armstrong. Armstrong movement, Mrs. Armstrong. Christian Science, Mrs. Baker Eddy. Christian Science, Mrs. Baker Eddy. Charismatic പ്രസ്ഥാനം ആഗ്നസ് ഓസ്മാൻ. Charismatic movement also by women. അപ്പൊ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകൾ ആത്മീയമായ കാര്യങ്ങൾ പറയാൻ വന്നാൽ ചെവി കൊടുക്കാൻ പാടില്ല. So one thing you should understand, if women comes to you with spiritual things, you should be able to ignore. അവിടെയും ഇവിടെയും ഒക്കെ നമ്മുടെ ചില കുടുംബങ്ങളിൽ ചില സ്ത്രീകളുടെ ദുർപദേശക്കാർ വന്നു കഴിയുമ്പോൾ സ്വതന്ത്രം പറഞ്ഞവരെ വീട്ടിൽ കയറ്റിയിരുന്നു, ഇവിടെ അവർ കൊണ്ടേ പോകും. In our
families, many times the false teachers come in and our women, our sisters, invite them and they just go after them. ആത്മീയമായുള്ള വിവേചന ശക്തി അവർക്ക് കൊടുത്തിട്ടില്ല, കുറവാണ്. So spiritual understanding is less for women. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അന്തരങ്ങളും വൈരുദ്ധ്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ വ്യത്യസ്തതകളെ മനസ്സിലാക്കാൻ അന്യോന്യം രണ്ടു പേർക്കും കഴിഞ്ഞാൽ കുടുംബജീവിതം വിജയകരമായിരുന്നു. So since we have so many differences between women and men, we should be able to understand each other and go together. ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരട്ടെ. Let's go to the third lesson. 2:18 വായിക്കുന്നത് ഞാൻ അവർ തക്കതായ ഒരു തുണയുണ്ടാക്കി കൊടുക്കുമെന്ന്. In chapter 2 verse 18 we read, God says that I'll give him a suitable companion, helper. ഇവിടെ ഹെൽപ്പ് ഈച്ച് അതർ, അന്യോന്യം സഹായിക്കുക. The meaning is help each other. ഇവിടെ എന്താണ് തുണയെന്ന വാക്കിന്റെ അർത്ഥം? What is the meaning of a helper? എന്താ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ? What is the meaning of a helper? ഭാര്യ ഹെൽപ്പറാ. Wife is my helper. എന്താ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ? What does that mean? Because I need a help. Which area? ഏതാ ഹെൽപ്പ് വേണ്ടത്? Any area? Be specific. എന്താ ഈ സഹായി, ഈ തുണ അല്ലെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹെൽപ്പർ. What does it mean to say helper? ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് രാവിലെ ഭർത്താവ് എഴുന്നേറ്റ് കഴിയുമ്പോ രാവിലെ ചായ ഉണ്ടാക്കി തരിക, കാപ്പി ഉണ്ടാക്കി തരിക. അപ്പൊ എനിക്ക് നടക്കില്ലാത്തോണ്ടാ. So when we say helper, some people think that when husband gets up in the morning, wife should be coming with tea or coffee. പിന്നെ ജോലി ചെയ്ത് കൊടുത്തോണം, and then look after all other things. പിള്ളേരെ വളർത്തിക്കോണം, raise children, ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തന്നോണം, do all the cooking. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തോണം. So they have to help me. That's how some husband think. ഇത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത മേസ്ത്രിമാര്, എനിക്ക് താഴെയുള്ള അപ്രന്റീസ്മാര് പറയുന്ന പോലെ ഹെൽപ്പർ. Yeah, this is just like in a workshop, the boss would ask the other workers to help. അതാണ് ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ. Is that what helper means? ഒരു അല്പം താഴ്ന്ന ഒരു കീഴ് ജീവനക്കാരി, എങ്ങനെ പറയാമോ? Does it mean she is subordinate or inferior to me? അതാണ് ഈ വാക്കിന്റെ അർത്ഥം. Is that the meaning of the word? ദൈവത്തിന്റെ വചനത്തിൽ സ്ത്രീ പുരുഷ സമത്വം പഠിപ്പിക്കുന്നുണ്ട്. The Bible very clearly teaches about the equality between man and woman. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ ആണും പെണ്ണും എന്നില്ല, അവർ ഒന്നത്രേ. ഒരു ഈക്വാലിറ്റി ലോകത്തിൽ ആദ്യമായിട്ട് വെളിപ്പെടുത്തിയത് ബൈബിളാണ്. In Galatians, Paul says, in Christ there is no difference between man and woman. They are the same. അപ്പോൾ പൊസിഷണൽ ഈക്വാലിറ്റി രണ്ടുപേർക്കുണ്ട്. So there is a positional equality for both of them. പക്ഷേ ഒരു ഫങ്ഷണൽ ഡിഫറൻസ് ഉണ്ട്. There is a functional difference. അവിടെ നേതൃത്വം പുരുഷന്മാരാണ്. So leadership is for man. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. There is no doubt about that. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷണൽ ഈക്വാലിറ്റി ഉള്ള സമയത്ത് എങ്ങനെ ഭാര്യ ഹെൽപ്പറാണെന്ന് പറയാൻ പറ്റും? So when there is a positional equality, how can someone say that wife is my helper? നമുക്കെല്ലാവരും രണ്ട് കൈകളുണ്ട്. We know that we have two arms. ഈ രണ്ട് കൈകളിൽ പ്രധാനപ്പെട്ട കൈ ഏതായിരിക്കും? Which one is the better arm or more important arm? ഇടത്തതാണോ വലത്തതാണോ? Is it right or left? അങ്ങനെ രണ്ടും ഒരു നീളമല്ലേ? How would you say right is more important? രണ്ടും ഒരു സ്ഥലത്ത് തുടങ്ങുന്നതല്ലേ? Both are the same originating. രണ്ടും ഒരു വണ്ണമല്ലേ? Both are the same thickness. പിന്നെ എങ്ങനെ വലത്തെ കൈക്ക് പ്രാധാന്യം കൂടുതലുള്ളത്? Then how do we say that my right arm is more important? പൊസിഷണൽ ഈക്വാലിറ്റി ഉണ്ടെങ്കിലും ഫങ്ഷണൽ ഡിഫറൻസ് ഉണ്ട്. So there is a positional equality, but there is a functional difference. ഇത് രണ്ട് കാലും ഒരുപോലെ ഒരേ നീളം ഒരേ സ്ഥലത്ത് തുടങ്ങുന്ന ഒരേ വണ്ണമാണ്. Look at both legs; they are the same. പക്ഷേ രണ്ട് കാലം പ്രധാനപ്പെട്ട കാലം ഏതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്? But which leg is more important? വലത് കാലം. Right leg. പൊസിഷണൽ ഈക്വാലിറ്റി ഉണ്ടെങ്കിലും ഫങ്ഷണൽ ഡിഫറൻസ് ഉണ്ട്. There is a positional equality, but there is a functional difference between both legs. ഇത് ദൈവം വെച്ചിരിക്കുന്നതാണ്. God has established. അങ്ങനെയുള്ള ആ ബൈബിള് പറയുകയാണ് ഭാര്യ തക്ക തുണയാണ്. So God says that wife is your helper. ഇവിടെ ഹെൽപ്പർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ എബ്രായ വാക്ക് EZDR എന്ന എബ്രായ വാക്ക് 17 പ്രാവശ്യം ബൈബിളിൽ വരുന്നുണ്ട്. The word Hebrew word used for helper is ezer, which has been used 17 times in the Bible. അതിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഭാര്യയെ ഉദ്ദേശിച്ചുകൊണ്ട് ഹെൽപ്പർ എന്ന വാക്ക് പറഞ്ഞിട്ടുള്ളൂ. This is the only place where the word ezer has been used for a wife. ബാക്കി 16 സ്ഥലത്തും ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. In all other 16 places, it is about God. എന്ന് പറയുമ്പോൾ എന്താണ് തുണയെന്ന വാക്കിന്റെ അർത്ഥം? Then what is the meaning of this helper? ദൈവം ഇസ്രായേലിന്റെ തുണ. God is the helper of Israel. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ട ആലോചന പറഞ്ഞു കൊടുക്കുന്നയാള്. What does that mean?
God who gives counsel to His വഴി children. തെറ്റിപ്പോകുമ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നയാള്, When they are going in a wrong path, correcting them. നിരാശപ്പെട്ടു പോകുമ്പോൾ ആശ നൽകുന്നയാള്, When they are discouraged, encouraging them. ഇതാണ് ദൈവത്തെ കുറിച്ച് തുണയെന്ന് പറയുന്നത്. That is what God does as a helper. അപ്പോൾ ഒരു ഭാര്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് പുരുഷന്മാരെ ആ വീഴ്ചയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, അവരെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് തിരുത്തിയെടുക്കാനുള്ളതായ ഒരു പ്രേരക ശക്തിയായിട്ട് സ്ത്രീകൾക്ക് തീരാൻ കഴിയണം. So when we say that wife is a helper, she should be able to encourage her husband, or when the husbands are going in the wrong path, she should be able to bring them back. ആ നിലയിൽ പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ തുണയാണ്, ഭർത്താവ് ഭാര്യയുടെ തുണയാണ്. In that way, wife is a helper to husband and husband is a helper to wife. ഈ ഹെൽപ്പർ റോൾ എങ്ങനെ പൂർത്തീകരിക്കപ്പെടാനായിട്ട് കഴിയും? And how can we fulfill this helper role? എബ്രായർ 13-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. In Hebrew chapter 13 it says, God is my helper, what can man do to me? ഉൽപ്പത്തി 2:18 മുതൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു കമന്ററിയാണ് എബ്രായർ 13-ാം അധ്യായം. Whatever is said in Genesis chapter 2, the commentary of that is given in Hebrew chapter 13. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിന്നുകൊണ്ട് പറയണം, ഭാര്യയോട് ഭർത്താവ് പറയണം, ഞാൻ നിനക്ക് തുണ, നീ എനിക്ക് തുണ, നമുക്ക് രണ്ടുപേർക്കും തുണയായിട്ടുള്ളത് ദൈവമാണ്. So wife and a husband should be able to say to each other, you are my helper, I am your helper, and our helper is God. നമ്മുടെ തലമുറയ്ക്ക് ഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ ദൈവത്തെ സഹായകനായി കാണാത്തതാണ്. And the greatest danger that has happened to our generation is that they don't understand God as helper. കുടുംബജീവിതത്തിൽ ദൈവത്തിന് കാര്യമായ സ്ഥാനമില്ല. In many family lives today, God has no place. ദൈവത്തിനുള്ള ആശ്രയത്തിന്റെ ആവശ്യകതയില്ല. And they don't feel like depending on God. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് തന്നെ നടത്താൻ കഴിയും. They feel like we can manage all our things. നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് തന്നെ എടുക്കാൻ കഴിയും. We can take all our decisions. നമുക്ക് ആവശ്യത്തിന് ശമ്പളവും പണവും ഉണ്ട്. We have money enough. പിന്നെ എന്തിനാ ദൈവത്തിന്റെ ആവശ്യം? And why do we need God? ഇതാണ് കുടുംബ തകർച്ചയുടെ അടിസ്ഥാന കാരണം. And that's why many families are destroyed. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകണം. So first of all, there should be husband and wife who depend on God. ദൈവത്തിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ട മക്കൾ വളരാൻ ഇടയാകും. And the children should grow also in their dependence to God. എങ്കിൽ കുടുംബജീവിതങ്ങൾ മെച്ചമാകും, വിജയകരമായി. And that's how family lives will be better. അന്യോന്യം തുണ ആയിരിക്കുക. Be helper to each other. നാലാമത്തെ കാര്യം, forgive each other, അന്യോന്യം ക്ഷമിക്കുക. Fourth thing is forgive each other. ഇവിടെ കുടുംബജീവിതത്തിൽ ധാരാളം ഉരസലുകൾ ഉണ്ടാകാറുണ്ട്. In family life there are a lot of frictions. ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. Can you say no? എന്നാൽ ഈ ഫ്രിക്ഷൻസിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? But how can we overcome these frictions? ഞാനിവിടെ ആദാം ഇങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഹവ്വയെ കൊണ്ട് പോകുന്ന രംഗം പലപ്പോഴും ഭാവനയിൽ കാണാറുണ്ട്. Many times I imagine the scene when Adam is taking Eve out of the garden. ഈ ഭാവനയ്ക്ക് ചിലവൊന്നുമില്ല, നമുക്കൊക്കെ ഭാവന കാണാം. Imagination doesn't cost anything, you can always imagine. വളരെ മനോഹരമായ ഒരു തോട്ടം, ആവശ്യം പോലെ ആഹാര സാധനങ്ങൾ, നല്ല പെറ്റ് ആനിമൽസ്, മനോഹരമായി ഒഴുകുന്ന നദികള്, ഇതെല്ലാം ഉണ്ടായിരുന്ന ആ തോട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം രണ്ടുപേരും പുറത്താക്കുക. So you can imagine a beautiful garden, so many fruits, good animals, and all of a sudden one day they are kicked out of that garden. ആ തോട്ടത്തിൽ രണ്ടുപേരും ഇങ്ങനെ പുറത്തോട്ട് പോവാ. Both of them are getting out of the garden now. അങ്ങനെ പോകുന്നതിനിടയിൽ ആദാ ഭാര്യയ്ക്ക് പേരിട്ടു. And while they were going out, Adam named his wife. എന്താ പേരിട്ടത്? What was the name he gave? ഹവ്വ, Eve. ജീവനുള്ളവർക്കെല്ലാം മാതാവ്. Now you are the mother to all human beings. നിങ്ങളൊന്ന് വിചാരിക്കണം, ഈ ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഡിലൈറ്റ് എന്ന, സന്തുഷ്ടി എന്ന. Think about this. The word Eden means delight. ജീവിതത്തിന്റെ സകല ഡിലൈറ്റ് നഷ്ടമായി ഭാര്യ കാരണം. All the delights of life is gone because of his wife. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് ഈ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ട് ഈ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ക്ഷമിക്കാനുള്ള മനസ്സ് നാം ഒന്ന് കാണുന്നത്. And we should understand Adam's heart of forgiving. Even after all this, he is able to go outside of the garden with his wife, forgiving them. ഇവിടെ ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. I'm just asking you a question. ഇതിന്റെ പേര് വീട്ടിപ്പോ വഴക്കൊന്നും ഉണ്ടാക്കിയേക്കരുത്. Don't fight at home. പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ ക്ഷമിക്കാൻ കൂടുതൽ എളുപ്പം? Who is able to forgive more, men or women? Women forgive but don't forget. എന്റെ ചോദ്യം, ക്ഷമിക്കാൻ കൂടുതൽ എളുപ്പമുള്ളത് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ? My question is, who is able to forgive quickly, men or women? No doubt. അതെന്തുകൊണ്ടായിരിക്കണം? Why is men able to forgive quickly?
എന്തുകൊണ്ടാണ് ഭാര്യമാർക്ക് അത്ര വേഗം ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത്? Why is that women are not able to forgive quickly? അതൊരു കാരണമാണ്. There is a reason for that. പുരുഷന്മാർ ഉറങ്ങുമ്പോൾ അവരുടെ തലച്ചോറിന്റെ ഇലക്ട്രിക് സർക്യൂട്ടിന്റെ 90% ഓഫാണ്, 70% ഓഫാണ്. When men are sleeping, the electric circuit of their brain around 70% is off. 30% മാത്രമേ ഓൺ ആയിരിക്കുള്ളൂ. Only 30% is active. 70% ഓഫാണ്. 70% is inactive. അതുകൊണ്ടാണ് പുരുഷന്മാരെ ചുറ്റുപാടുകളിൽ എന്ത് ബഹളം നടന്നാലും അറിയാതെ എപ്പോഴും ഊർക്കം വലിച്ചു വേണമെങ്കിൽ ഉറങ്ങുന്നത്. So men would not know anything happening around him and he is able to sleep well. എന്നാൽ സ്ത്രീകൾ ഉറങ്ങുമ്പോൾ അവരുടെ തലച്ചോറിന്റെ ഇലക്ട്രിക് സർക്യൂട്ട് 10% ഉറങ്ങുന്നുള്ളൂ, 90% അലേർട്ടാണ്. But when women are sleeping, only 10% of their brain is inactive, 90% is active. അതെന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തത്? Why did God make it that way? എന്തുകൊണ്ടായിരിക്കണം? What could be the reason? പുരുഷന്മാരാണ് ഗർഭിണികളാകുന്നതെങ്കിൽ ദൈവം തിരിച്ചു ചെയ്യുമായിരുന്നു. If men became pregnant, God would have made it the other way. ഇവിടെ മക്കളുണ്ടായി കഴിയുമ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞാൽ ഉടനെ അമ്മ എഴുന്നേക്കണം, അതിന് പാല് കൊടുക്കണം, അതിന്റെ നാപ്പിലൊക്കെ മാറണം. ആ കുഞ്ഞിന്റെ ഒരു ചെറിയ ചലനം പോലും അമ്മ അറിയണം. So God, when the small baby cries or she is in need of milk, mother should be able to know that immediately. ഈ പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഉറങ്ങുകയായിരുന്നെങ്കിൽ നല്ല കുഞ്ഞുങ്ങളും പട്ടം മരിച്ചു പോയി. If women have been sleeping just like men, most of the kids would have been dead. കാരണം രാത്രി മുഴുവൻ ഉറങ്ങാം, ഇതിന് പാലും കിട്ടിയവർക്ക് അത് പോകുന്നുള്ളൂ. The whole night they would be crying, mother will not wake up and the child will die. അത് ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുരുഷന്മാരുടെ 70% ഉറങ്ങിച്ചോട്ടെ, കാരണം അവർ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ടവരാ, അവർ ഉറങ്ങിച്ചോട്ടെ. സ്ത്രീകൾ അങ്ങനെ അധികം ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് മാനേജ് ചെയ്യാം. 10% മാത്രം ഉറങ്ങിയാൽ മതി. So God gave a good sleep to men because they do hard work and they have to sleep, but women can manage like that. അത് നല്ല കാര്യമാണ്. So that's a good thing. പക്ഷേ ഇതൊരു ദോഷം കൂടെ വന്നിട്ടുണ്ട്. There is a failure in there, a bad thing in there. എന്തെന്നാണെന്നറിയാമോ? You know what is that bad thing? ഈ 90% ഈ ഉറക്കത്തിൽ 90% ഓൺ ആയതുകൊണ്ട് ഈ കല്യാണം കഴിഞ്ഞ ദിവസം മുതലുണ്ടായ ഓരോ കുത്തുവാക്കും, അമ്മായിമ്മ പറഞ്ഞ കാര്യവും ഭർത്താവ് പറഞ്ഞ അതും ഇതുമെല്ലാം ഇങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. Because their subconscious mind is active 90%. All the bad things that husband said, mother-in-law said, they are all in their brain all the time. അവർ മനഃപൂർവ്വം ഓർക്കുന്നല്ല, അറിയാതെ ഇങ്ങനെ ഉറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കും. It's not that intentionally they are thinking about it. Subconsciously it is there. അപ്പൊ ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകാൻ നേരം കഴിച്ച ഇഡലിയുടെ കൂടെ കിട്ടിയ ചമ്മന്തി കിട്ടിയപ്പോ പറഞ്ഞു ഉപ്പ് കുറവാണ്. One day morning, the husband said, the chutney you give me has less salt. അല്ലെ ചായക്ക് സ്വല്പം മധുരം കുറവാണ്. Or he said, in the tea there is less salt. അദ്ദേഹം വൈകുന്നേരം ഇഡലി കഴിച്ച് ചായ കുടിച്ച് ഓഫീസിൽ പോയി ജോലിയും ചെയ്തു. And after that he went to the office and he was busy with his work. എന്നാൽ തിരിച്ചു വന്നപ്പോൾ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹിറ്റ്കാറ്റും മേടിച്ചോണ്ടാണ് വന്നതൊക്കെ. And when he came back, he brought some sweet for his wife. കാരണം പുരുഷന്മാരെക്കാൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണല്ലോ. His wife liked the sweet better. അത് ആദാമും ഹവ്വയ്ക്ക് പറ്റിയതായിരുന്നു. മധുരമുള്ള പഴം കാണിച്ച പിശാച് വഞ്ചിച്ചത്. And that's what happened to Eve too. Satan showed her a sweet fruit. അതുകൊണ്ട് എത്ര പണിയിരിക്കുന്ന ഭാര്യമാരെ അടക്കാനായിട്ട് മധുരം ചേർന്ന ചില വാക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. So however your wife is angry with you, just use some sweet words. ഇവിടെ ഭർത്താവ് വന്നപ്പോൾ ഭാര്യ കഥ തുറക്കുന്നത് വിചാരിക്കുക. And husband came back from job and the wife is not opening the door. ബെല്ലടിച്ചിട്ട് തുറക്കുന്നില്ല. And he rang the bell. കുറെ കഴിഞ്ഞ് വന്ന പോലെ തുറന്നിട്ട് ഓടിപ്പോയി. And after some time she came, opened the door, but just ran back. അപ്പൊ ഭർത്താവ് ചിന്തിക്കുക ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു, പിള്ളേരുമായിട്ട് വല്ല വഴക്കുണ്ടായോ? Then husband is thinking, what happened in between? Did she have a fight with children? ഇങ്ങനെ ഇൻഡിഫറന്റ് ആയ ഒരു പെരുമാറ്റം ഉണ്ടായവരുടെ ഭർത്താവ് ഒരു കാര്യം വിചാരിച്ചത് ഇന്നത്തെ സംഭവം മാത്രമല്ല, ഇത് നൂഡിൽസ് പോലെ പൊഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങളാണ്. കല്യാണത്തിന്റെ അന്ന് മുതൽ ഇവിടെ തലയ്ക്കകത്ത് കയറി കിടക്കുന്ന കാര്യങ്ങൾ മൂലമായി. And then the husband comes to a conclusion, something must not have happened only today. It must have been coming from way back. അതുകൊണ്ട് ഭാര്യമാർക്ക് ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. So this is the reason why women cannot forget and forgive. പുരുഷന്മാര് ഏത് മേഖല നോക്കിയാലും ശാരീരികമാകട്ടെ മാനസികമാകട്ടെ വൈകാരികമാകട്ടെ പെട്ടെന്ന് ചൂടാകും, അതുപോലെ തടഞ്ഞു. Men will get angry very soon, but they will cool down very soon too. സ്ത്രീകളോ? What about women? കടൽ പോലെയാ. They are like the ocean. പുരുഷന്മാര് കര പോലെയാ. And men are like the shore. സൂര്യൻ ഉദിച്ചാൽ അപ്പം ചൂടാകും. When the sun comes out, it gets hotter. കടലോ? But what about ആ സൂര്യപ്രകാശം കടലിന്റെ മുകളിൽ ചെന്ന് ചൂടായി. the sun comes over the ocean? അതിങ്ങനെ നാടി വരെ ചൂടാകും.
and it goes down and heats it. ചൂടായി കഴിഞ്ഞാൽ തിളച്ചു മറിയും. And when the water gets hot, it will boil. അതിൽ നീരാവി ഉണ്ടാകും. And the vapor would come out. ഇതുവരെ പുരുഷന്മാർ കോപിക്കും. And that's how men will get angry. പെട്ടെന്ന് കോപമാകും. And the anger will subside soon. സ്ത്രീകൾക്ക് കോപമല്ല. But for women, it's not anger. ക്രോധം. Oh, that's wrath. അവരുടെ ദേഷ്യം വേറെ തീരുകയില്ല. And their wrath will not subside. ഇവിടെ രണ്ടുപേരെയും ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ പ്രതികരണം എന്ന് മനസ്സിലാക്കാൻ രണ്ടുപേർക്ക് കഴിയുമ്പോൾ ഒരു ഭാര്യനെ അല്പം അവിവേകമായിട്ട് വല്ലതും പറഞ്ഞു പോയാലും ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? അവിടെ കോംപ്ലക്സ് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല, അങ്ങ് ക്ഷമിച്ചേനെ. So when we understand this difference between man and woman, even if wife says something which is not wise, husband should be able to understand and forgive. എന്നാൽ ഭാര്യമാർ ഇതിൽ അഡ്വാൻറ്റേജ് എടുക്കാനും പാടില്ല. And women should not misuse it. നാളെ മുതൽ ഭർത്താക്കന്മാർ ചൂടാക്കി പരീക്ഷ ഇങ്ങനെ പറഞ്ഞേക്കരുത്. And don't take my message and excuse and get angry tomorrow. ദിവസവും രാവിലെ പ്രാർത്ഥിക്കണം, കർത്താവേ സൃഷ്ടിയിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കാനുള്ളതായ ഹൃദയം യേശുവെ പോലെ ആകാനുള്ള പരിശുദ്ധാത്മ ശക്തി എനിക്കിത് പകൽക്കാലം നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടെ ഭാര്യമാർ ഓരോ ദിവസവും ജീവിതം ആരംഭിക്കണം. So every woman, every wife should start their day by praying that God, I know that I have this shortcoming in me, so give me the ability to forgive today. And that's how you should. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ വിവേകത്തോടുകൂടെ ഭാര്യമാരോട് ഉപദേശിക്കണം. That's why Peter says that wisely deal with your wives so that your prayers are not stopped. അപ്പൊ വിവേകത്തോടെ ഭാര്യമാരോട് ജീവിച്ചില്ലെങ്കിൽ ഒന്നാമതുണ്ടാകുന്ന കുഴപ്പം എന്താ? So if you don't live with your wives wisely, what will happen? The first thing, പേഴ്സണൽ പ്രയർ നടക്കുകയില്ല, ഫാമിലി പ്രയർ നടക്കുകയില്ല. your personal prayer will be damaged. No family prayer. അത് കുടുംബത്തിന്റെ ആത്മീയ അന്തരീക്ഷം താറുമാറാകും. And that will destroy the whole spirituality. അത് നമ്മുടെ സഭയെ ബാധിക്കും. And that will affect the church. അങ്ങനെ കുടുംബ തകർച്ചകൾ ഏതെല്ലാം സഭകളുടെ അടിത്തറ ഇളകാൻ ഇടയാക്കിയിട്ടുണ്ട്. And because of many of the family breakups, many of the churches have been affected. ഞാൻ നിർത്തുന്ന സമയമായില്ല, വേഗം ഒന്നിന്റെ കാര്യം വേഗം ചൂണ്ടിക്കാണിച്ചു. Yeah, I need to stop, so I'll quickly mention a few things. അഞ്ചാമത് റെസ്പെക്ട് ഈച്ച് അതർ. Respect each other. Fifth thing. അന്യോന്യം ബഹുമാനിക്കുക. Respect each other. എന്തുകൊണ്ട് ഭാര്യയ്ക്ക് ബഹുമാനം നൽകാൻ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്? Why does Peter say that respect your wife? ആദാമിന്റെ അസ്ഥി എടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആദാം പറയുകയാണ്, ഇവിടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. When woman was created from the rib of Adam, Adam said, she is bone of my bone and flesh of my flesh. അങ്ങനെ ആ സ്ത്രീയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആദാം എന്ത് ചെയ്തു? When a woman was created that way, what did Adam do? അവളെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാക്കി കണ്ടു. And Adam viewed her as a part of his body. എന്തുകൊണ്ട്? Why? ഒന്നവന്റെ ശരീരം, first she was out of her body. രണ്ട് ദൈവം അവളെ ആദമിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നെന്നാ വായിക്കുന്നത്. And then we read that God brought her to Adam. അപ്പൊ വിവാഹത്തിൽ ദൈവം കൂട്ടിക്കൊണ്ട് വരുന്ന ആളെ മാത്രം സ്വീകരിക്കാം, അവിടെ ബ്രോക്കർമാർ കൊണ്ടുവന്ന് സ്വീകരിക്കണമെന്നില്ല. So in your marriage, accept only the girl who God has brought to you, not the broker. ദൈവം കൂട്ടിക്കൊണ്ട് വന്നാൽ ദൈവം തന്നതായതുകൊണ്ട് ദൈവത്തോട് കണക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. And since God has brought that girl to you, you are obligated to give account to God. എന്നുള്ള ക്രിസ്തുവിന് ന്യായാസനത്തിന് ബാധിക്കുമ്പോൾ ഓരോ ഭർത്താവും ഭാര്യയുടെ ജീവിതത്തിന്റെ കണക്ക് അവിടെ കൊടുക്കേണ്ടി വരും. So when you are standing in front of the judgment seat of Christ, every husband will have to give account on behalf of ഓരോ ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിന്റെ കണക്ക് ഭർത്താവിനോട് കൊടുക്കണം. and each wife will have to give account on behalf of their husband. കാരണം ദൈവം തന്ന ദാനമാണ്. Because this is a gift to you. മക്കളെ ദൈവം തരുമ്പോൾ അതിന്റെ കണക്ക് മാതാപിതാക്കന്മാർ കൊടുക്കണം. And when God gives you children, you will give account to God. അങ്ങനെ അന്യോന്യം ബഹുമാനിക്കാനുള്ളതായ കഴിവുണ്ടാകുന്നത് ഈ അറിവോടുകൂടിയാണ്. And that's when we have this knowledge, we will be able to respect each other. എന്റെ ശരീരം, എന്റെ അസ്ഥി, എന്റെ മാംസം. She is my flesh, she is my bone, she is my body. ഇവിടെ എന്താ പ്രായോഗികമായ പാഠം? What is the practical lesson here? എന്റെ ഭാര്യയെ നോക്കിയിട്ട് എന്റെ അമ്മായിയപ്പന്റെ മാണെന്ന് പറയാതെ എന്റെ ശരീരമാണെന്ന് ഓരോ ഭാര്യയെ കുറിച്ച് പറയാനും ഭർത്താക്കന്മാർ കഴിയണം. When I look at my wife, I shouldn't be saying that she is the daughter of my father-in-law. Rather, I should be saying she is my own body. എന്റെ ശരീരമാണെങ്കിൽ എന്റെ ശരീരത്തെ കുറിച്ച് ഞാൻ കരുതുന്നത് പോലെ തന്നെ എന്റെ ഭാര്യയെ kuറിച്ച് കരുതണം. അവിടെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ല. So
Just like I take care of my own body, I should be taking care of my wife. I should not be torturing her physically or emotionally. അതുപോലെ തന്നെ ഭാര്യമാർ വിചാരിക്കണം, എന്റെ ജീവിതത്തിനും എന്റെ ആസ്തിക്യത്തിനും ഉത്തരവാദി എന്റെ ഭർത്താവാകാൻ ഞാൻ കീഴ്പ്പെട്ടേ മതിയാവും. Wife should also understand that I need to be submissive to my husband. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് സ്നേഹിക്കാനും ഭാര്യമാരോട് കീഴടക്കാനും പറഞ്ഞിട്ടുണ്ട്. That's why husbands have been asked to love and wives have been asked to be submissive. ഒരു കാര്യം കൂടെ, ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. One more thing. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. A man will leave his parents and will cling to his wife. അതിനുശേഷം അവർ എന്തായി തീരും? And what will they become? അവർ ഒരു ദേഹമായി തീരുമെന്നല്ല. It's not that they will become one body. ഏകദേഹമായി തീരും. They will become one body. ഇംഗ്ലീഷിൽ അങ്ങനെ പറയാനൊക്കെ. എന്താ ഏകമൊന്നും തമ്മിലുള്ള വ്യത്യാസം? What is the difference between one and oneness? Oneness. Or unity. Oneness of the body. What is the meaning? English ഭാഷയിൽ one എന്നേ പറയാറുള്ളൂ. In English there is only one. മലയാളത്തിലോ സംസ്കൃതത്തിലോ സെമിറ്റിക് ഭാഷകളിലെല്ലാം ഒന്നും ഏകവും രണ്ടും രണ്ടാണ്. In other languages there is a difference between this. ഒന്നെന്ന് പറഞ്ഞാൽ സിംഗുലർ നൗണാണ്. When they say one, that is a singular noun. എന്നാൽ ഒരേ ഇനത്തിൽപ്പെട്ട പലത് ചേർത്ത് കഴിയുമ്പോൾ അതിന് ഏകമെന്ന് വിളിക്കാം. When many of the types are put together and made a unity, that can also be called one. അത് യൂണിപ്ലൂറൽ നൗണാണ്. That is called uniplural noun. സിംഗുലർ നൗണും യൂണിപ്ലൂറൽ നൗണും. Singular noun and uniplural noun. യൂണിപ്ലൂറൽ നൗണിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവം. The best example for a uniplural noun is God. ദൈവം ഒരു ദൈവമല്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം ഒരുവനല്ല. In Christian faith, God is not only one person. ദൈവം ഏകനാണ്. God is one. God is a unity. God is a unity. നിങ്ങൾ വേദപുസ്തകത്തിൽ നോക്കിയാൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ദൈവം ഏകൻ ഒരുവനെന്നല്ല. In everywhere you will see that there's one God, one God. മൂന്ന് വ്യക്തികൾ ചേർന്ന പിരിയാൻ പാടില്ലാത്ത നിലയിലുള്ള ആ ബന്ധമാണ് ഏകത്വം. Three persons of Godhead has been put together, and that is called unity. ഒരിക്കലും പിരിയാൻ നോക്കിയാൽ ആ ദൈവത്തിന്. They will never be separated. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ചേർന്നാൽ ഏകദേഹമാണ്. That is how husband and wife come together to become one body. അവർ ഒരിക്കലും ഒന്നാകുകയല്ല, രണ്ട് ദേഹങ്ങളായിരിക്കെ ഏകത്വത്തിലേക്ക് വരുന്നു. They are still two bodies, but they come in unity. എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? What is the meaning of that? ഒരിക്കലും പിരിയാൻ പാടില്ല. They should never be separated. ഒരിക്കലും പിരിയാൻ പാടില്ല. Never be separated. വിവാഹമോചനം എന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് വേദപുസ്തകത്തിന് അനുകൂലമായ യാതൊരു ഉത്തരവും നൽകാനായിട്ടില്ല. In the Bible, there is no verse that can be taken in support of divorce. കാരണം അവർ ഏകദേഹമായി തീരുക. Because they are becoming one flesh. പിരിയാൻ പാടില്ലാത്തൊരു ബന്ധം. They cannot be separated. പിരിക്കാൻ സാധ്യതയുള്ളതിന്റെ ചില കാരണങ്ങളാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലെന്നാണ്. And then we read that they were both naked, but they didn't have shame. എന്താ ആ വാക്യത്തിന്റെ അർത്ഥം? What is the meaning of that word? ഞാൻ പലയിടത്തും ഈ വാക്യം വായിപ്പിക്കുമ്പോൾ ഒടുവിലത്തെ വാക്യം ലോ പിച്ചിൽ ആളുകൾ വായിക്കുന്നു. ലോ പിച്ചിൽ ഏതാണ്ട് അശ്ലീലം പോലെയാണ്. Sometimes I ask people to read that verse, and towards the end of the verse, they read it very low pitch. ഹൈ പിച്ച് വായിച്ചുകൊണ്ട് അവർ ഇരുവരും നഗ്നരായിരുന്നു, ഇവർക്ക് നാണം തോന്നിയില്ലെന്നാണ്. I start with a very high pitch, big high volume, and then bring the volume down. എന്താ അതിന്റെ അർത്ഥം? What is the meaning of that? ഈ രണ്ടു പേർക്കും ഇടയിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ലെന്ന. The meaning is there was nothing between both of them. ട്രാൻസ്പെറന്റ് ആയിരുന്നു അവരുടെ ജീവിതം. Their life was transparent. അതിന്റെ ആത്മീയമായ അർത്ഥം. What is the spiritual meaning? ഇന്ന് ട്രാൻസ്പെറൻസിയെ തകർക്കുന്ന ധാരാളം കാര്യങ്ങളാണ് കുടുംബജീവിതത്തിൽ. There are so many things that destroys the transparency in family. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇൻലോസ്. The first thing is that destroy the transparency is in-laws. അതിന് തേർഡ് പാർട്ടി സിൻഡ്രോം എന്നാ പറയുക. രോഗത്തെ തേർഡ് പാർട്ടി സിൻഡ്രോം അതൊരു മഹാവ്യാധിയാണ് മലയാളികളുടെ ഇടയ്ക്ക്. That disease is called third party syndrome. It's a big disease. നമ്മുടെ യുവതിവാക്കന്മാർ അനേക കുടുംബ പ്രശ്നങ്ങൾ ചേർത്ത കാലഘട്ടം ഞങ്ങളെ കൊണ്ടാണ് ഇടപെടാറ്. I have dealt with so many family issues in Kerala. അതിൽ നല്ലൊരു ഭാഗ്യം ഇൻലോസിന്റെ അനധികൃതമായ ഇടപെടൽ. And many of the problems have started because of the intrusion of in-laws. വിവാഹം കഴിയുമ്പോൾ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. In marriage, man will leave his husband and wife, his parents, and cling to his wife. പക്ഷെ പലർക്കും മാതാപിതാക്കന്മാരുടെ വിട്ടരുതെന്നാ പറഞ്ഞത്. വിട്ടരുത്, ഞങ്ങളോട് പറ്റി നിൽക്കണം. But many parents sometimes say, don't leave us, stay with us. ഇതാണ് മിക്കവാറും കുടുംബങ്ങളുടെ പ്രശ്നം.
In many families, new families, that this is വിവാഹത്തോടെ ഒരു പുതിയ കുടുംബം ഉണ്ടാകുമ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കുകയും അതേ സമയത്ത് ആ പേരന്റൽ കെയർ അവർക്ക് കൊടുക്കുകയും ചെയ്യുക. അവരുടെ ഓരോ തീരുമാനങ്ങളും ഇടപെടാൻ മാതാപിതാക്കന്മാർക്ക് വേദവസ്തു അനുവാദം കൊടുക്കുന്നില്ല. when a new family starts, parents should let them live separately, but give them parental care. ഞാൻ ഈ വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വനങ്ങൾ വലിയ ഇഷ്ടമാണ്. Many times I travel through forest areas. ഈ വനങ്ങളിൽ കൂടെ എഴുതി വെച്ചിരിക്കുന്ന ചെറിയ ബോർഡ് കാണാം, നിങ്ങൾ പോയാലും കാണും. In many places I have seen a small board in forest. എന്താണെന്നറിയാമോ? You know what that is? ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. Live and let live. വനത്തിലെ മൃഗങ്ങളും മരങ്ങളും പറഞ്ഞത് മനുഷ്യ നീ ജീവിച്ചോ, ഞങ്ങളോട് ജീവിച്ചോട്ടെ. The animals are saying, you live, but let us live too. മക്കൾ വിവാഹിതരായി കഴിയുമ്പോൾ അവർ ജീവിക്കാൻ അനുവദിക്കണമെന്ന് വേദവസ്തം പഠിപ്പിക്കുന്നത്. The Bible says when your children get married and they start a new family life, let them live. അവരുടെ തീരുമാനങ്ങൾ മൂക്കിടാനായിട്ട് മാതാപിതാക്കന്മാർ ശ്രമിക്കരുത്. We should not be looking into all their decisions. അവരെ ജീവിക്കുമ്പോൾ അവരെ ആവശ്യപ്പെടുന്ന പക്ഷം അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പറയാം, ആലോചനകൾ പറയാം, തീരുമാനം അവരുടേതായിരിക്കും. But when they need your counsel, your guidance, you can always help them, but let them take their own decisions. മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ കടപ്പാടുണ്ട്, അതിനെ വിസ്മരിക്കുന്നില്ല. I always remember that children have responsibility towards their parents. വിജയകരമായ കുടുംബജീവിതത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആദ്യ ഭാഗത്തിന് ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കാം. So right at the beginning of the Bible, God has given us very beautiful instructions about family ഈ life. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ കുടുംബജീവിതങ്ങളിലൂടെ ആത്മീയ വളർച്ച സാധിക്കാൻ ഇടയായി. If we follow these instructions, it would be very easy for us to have a successful നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തി പരിഹരിക്കാൻ ദൃഢതരമായ കുടുംബജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നവരെ ഉപേക്ഷിച്ച് വിജയകരമായി ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. in any of the areas of our family life, if we have failed, may God help us to look back and correct the situation and lead a successful family life. ഒടുവിൽ നമുക്ക് പറയാനിടയാകണം, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. And at the end, we should be able to say, for me and my family, we will serve the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.